We started in a very limited way. 30 എംപ്ലോയീസ് 40 എംപ്ലോയീസും കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. വി ആർ ഫ്രം വെരി ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എനിക്കറിയാം. ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തെങ്കിൽ ഇവർക്ക് ഡ്രീമേഴ്സ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പൈസ വന്നതെല്ലാം പുറത്തുനിന്നും ആങ്കിൾമാരും പരിചയമുള്ളവരും ഇവരെല്ലാം ഇൻവെസ്റ്റ് ചെയ്താണ് ഇവിടെ തുടങ്ങുന്നത്. ഇറ്റ് വാസ് എ ഹ്യൂജ് റിസ്ക്. ഐ ടുക്ക് എ ഡിസിഷൻ ദാറ്റ് ഐ നീഡ് സംതിങ് എഞ്ചിനീയറിങ്. അതാണ് എൻ്റെ പാഷനും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. 2006 ആക്ച്വലി എൻ്റെ ഫാദർ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. മൈക്രോ മാനേജ്മെന്റ് ചെയ്യുമോ ചെയ്യത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യും. മൈക്രോ മാനേജ്മെന്റ് ചെയ്യാറുണ്ട്. മൈക്രോ മാനേജ് ഡിഫെൻഡ് ചെയ്യല്ല. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മൈക്രോ മാനേജ്മെന്റ് ഇസ് എ ഡിഫിക്കൽട്ട് തിങ്. സ്കെയിൽ ചെയ്യാൻ പാടാണെന്നുള്ളത്. എൻ്റെ ഫാദറോ എൻ്റെ അങ്കിളോ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഡോക്യുമെന്റ് ചെയ്തത് പഠിപ്പിക്കുകയാണ് എന്ന് മനസ്സിലായത് അവിടെ പോയപ്പോഴാണ്. ലൈക്ക് MBA ഇസ് ലൈക്ക് ഹൗ പീപ്പിൾ ഹാവ് ഡൺ ബിസിനസ്. അത് ഡോക്യുമെന്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. ലൈക്ക് ഇത് ഇങ്ങനെയൊക്കെയാണ് ബിസിനസ് ചെയ്തത്. പക്ഷേ ഒരേ സിറ്റുവേഷൻ രണ്ടുപേര് ചെയ്തത് ഒരാളുടെ സക്സസ്സും ഒരാളുടെ ഫെയിലിയറും ആയിരിക്കും. നിങ്ങൾ എംപ്ലോയീസിനെ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വീട്ടിലൊന്നും കൊണ്ടുപോകില്ല. അപ്പം എന്തിനാണ് നിങ്ങൾ? അപ്പം സെക്യൂരിറ്റി അനാവശ്യമാണ്. അവർ കൊണ്ടുപോയിക്കോട്ടെ, കുറച്ച് കൊണ്ടുപോട്ടെ. എത്ര ദിവസം അവർ കൊണ്ടുപോകും? അപ്പൊ ഞാൻ ചോദിച്ചു എത്ര ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം പറഞ്ഞു ഞാൻ എണ്ണാറില്ല. അമ്മൂമ്മ പറയാറുണ്ട് പിള്ളേരെ എണ്ണാൻ പാടില്ലെന്ന്. സോ എന്ന് പറയുന്ന പോലെ മെട്രോ സ്കാൻസ് അറിഞ്ഞോ അറിയാതോ ഞാൻ എണ്ണീട്ടില്ല. ആൻഡ് ഒബ്വിയസ്ലി മെട്രോ സ്കാൻസ് വളർന്നു. അവിടെ മാനേജേഴ്സ് ഉണ്ട്. വളർന്നു എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ മുണ്ടും മടക്കി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യത്തിലും വി ആർ ഓൾസോ ഓൾവേസ് ദെയർ. ഞാൻ രാത്രി പോയി മെഷീൻ ഇറക്കാനും തലേദിവസം പോയി അവിടുത്തെ തറ തുടയ്ക്കാനും അല്ലെങ്കിൽ ഇപ്പോഴും ഒരു സെൻറ്റർ തുടങ്ങി കഴിഞ്ഞാൽ വി ആർ ദെയർ. എൻ്റെ MD ഉറപ്പായിട്ടും കാണും. MD ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ നിന്നേ വരത്തുള്ളല്ലോ. ഇത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അനാവശ്യമായിട്ട് ഡോക്ടേഴ്സ് എഴുതുന്നത്. എന്ത് അനാവശ്യമല്ല ആരാണ് തീരുമാനിക്കുന്നത്? അത് ഡോക്ടർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ പേഷ്യൻ്റ് ഡയറക്റ്റ് എൻ്റെ സെൻറ്ററിൽ വരും. ആ ഡോക്ടറിന് ഒരു അൾട്രാസൗണ്ട് പോലും എഴുതാൻ അറിയത്തില്ലയോ എന്നുള്ള രീതിയിൽ ഡോക്ടറിനെ 2 ചീത്ത വിളിച്ചിട്ട് സ്വന്തമായിട്ട് എഴുതി കൊടുത്ത് അൾട്രാസൗണ്ട് ചെയ്യും. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് ആളുകളുടെ അവയർനെസ്. അപ്പോൾ പല ഡോക്ടേഴ്സും എഴുതിയില്ലെങ്കിൽ പേഷ്യൻസ് വിൽ ക്വസ്റ്റ്യൻ ദ ഡോക്ടേഴ്സ് വൈ യു ആർ നോട്ട് റൈറ്റിംഗ് ഇറ്റ്. മുട്ടുവേദനയായിട്ട് 2 വട്ടം പോയി കണ്ടിട്ടും ഡോക്ടർ ഒരു MRI എഴുതിയില്ലെങ്കിൽ പേഷ്യൻ്റ് തന്നെ ആ ഡോക്ടറിനെ മാറ്റി അടുത്ത ഡോക്ടറുടെ അടുത്ത് പോകും. ഗ്രോ മലയാളം പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ മേഖലകളിലെ ബിസിനസ് ലീഡേഴ്സുമായിട്ടുള്ള കോൺവെർസേഷൻസ്, അവരുടെ ആദ്യകാലത്തിലുണ്ടായ കുറച്ച് മേ ബി ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻ, അതുപോലെ തന്നെ അവർ സ്ട്രാറ്റജിക് ആയിട്ട് എടുത്ത കുറേ ഡിസിഷൻസ്, ഇങ്ങനത്തെ കുറച്ചധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തോട്ട്സ് ആണ് നിങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. മാത്രമല്ല പുതിയ തലമുറയിലുള്ള ഒരുപാട് ഓൺടർപ്രണേഴ്സും ഒരുപാട് ബിസിനസ് എന്തൂസിയാസ്റ്റും ഒക്കെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും തീർച്ചയായും ഒത്തിരി അധികം ടേക്ക് അവേസ് ഉണ്ടാവും. സോ കീപ് ലിസ്ണിംഗ് ടു ഗ്രോ മലയാളം പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളുടെ ഗസ്റ്റ് ഇസ് സംബഡി ഹൂ ഇസ് നോട്ട് എക്സാക്ട്ലി എ ഗസ്റ്റ് ഫോർ മീ. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഹൻ ഇസ് സംബഡി ഹൂസ് an acquaintance and a friend. For the audience, let me introduce Rohan. Rohan is the director of മെട്രോ സ്കാൻസ് ആൻഡ് ലബോറട്ടറീസ്. അതായത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തുടങ്ങിയിട്ടുള്ള മെട്രോ സ്കാൻസ് ആൻഡ് ലബോറട്ടറീസ് എന്ന് പറയുന്ന ഒരു സംരംഭത്തിന്റെ ഡയറക്ടറാണ് റോഹൻ. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കലിലാണ് BTech ചെയ്തത്. അതിനുശേഷം IIM കോഴിക്കോട് നിന്നാണ് അദ്ദേഹം MBA ചെയ്തത്. ആൻഡ് ദെൻ 12 തൊട്ട് യു ബീൻ എ പാർട്ട് ഓഫ് മെട്രോ സ്കാൻസ്. ഞാൻ മെട്രോ സ്കാൻസിനെ കുറിച്ച് വായിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചൊരു കാര്യം ആ തുടക്കമാണ്. മെട്രോ സ്കാൻസ് എങ്ങനെയാണ് ഉത്ഭവിച്ചതെന്നുള്ളത്. റോഹിന്റെ ഫാദർ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. Tell us about that story. സോ എൻ്റെ ഫാദറും മൈ അങ്കിൾ ഇപ്പോഴത്തെ കറണ്ട് MD IC ചെറിയാനും അവർ രണ്ടുപേരും ഈ ഫീൽഡിൽ തന്നെയാണ്. ദേ വേർ റേഡിയോഗ്രാഫേഴ്സ്. ഇതിൻ്റെ ടെക്നീഷ്യൻ ആയിരുന്നു. ഓക്കെ ദേ സ്റ്റാർട്ടഡ് ആസ് എ റേഡിയോഗ്രാഫേഴ്സ് ആയിട്ട് വന്നു. പിന്നെ അവർ ഇവൻച്വലി അവരൊരു ബിസിനസ്സിൻ്റെ പാർട്ണറായി. ഡോക്ടേഴ്സ് അല്ല, ദേ ആർ നോട്ട് ഡോക്ടേഴ്സ്. സോ ടെക്നീഷ്യൻ സൈഡിൽ നിന്ന് അവരൊരു ബിസിനസ്സിൻ്റെ പാർട്ടായി. ദെൻ നമുക്ക് ആക്ച്വലി മെട്രോ സ്കാൻസ് ട്രിവാൻഡ്രത്ത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കൊല്ലത്തൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോൺ ആസ് ട്രാവൻകൂർ സ്കാൻസ്. അപ്പോൾ അത് കൊല്ലത്ത് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫാമിലി എന്നുള്ള രീതിയിൽ ഫാമിലി ടേക്ക് ഓവർ ചെയ്ത് ഫാമിലി റൺ സ്റ്റാർട്ട് ചെയ്തത് ട്രാവൻകൂർ സ്കാൻസ് കൊല്ലത്തായിരുന്നു. ദെൻ 2003 എൻ്റെ ഫാദറും ഈ അങ്കിളുമായിട്ട് ഡിസ്കസ് ചെയ്ത് MD IC ചെറിയാൻ സാറോട് ഡിസ്കസ് ചെയ്ത് ലെറ്റ് സ്റ്റാർട്ട് ഇൻ ട്രിവാൻഡ്രം. ആൻഡ് ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ബിഗായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലും അത് ട്രിവാൻഡ്രത്തെ ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിലും പ്ലാൻ ചെയ്ത് അവർ 2003 സ്റ്റാർട്ട് ചെയ്തത്. 2003 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ നോ ദേ ഹാഡ് എ വിഷൻ ദാറ്റ് ഓൾ ഡയഗ്നോസ്റ്റിക്സ് കെയർ ഷുഡ് ബി ഇൻ അണ്ടർ വൺ റൂഫ്. ഓക്കെ, എല്ലാം ഒരു 1-2 ഇടത്ത് പോകേണ്ട കാര്യമില്ല, എല്ലാം ഒരിടത്ത് തന്നെ കിട്ടുക എന്നുള്ള രീതിയിലും. പിന്നെ അവർ യൂസ് ചെയ്ത ടാഗ്ലൈൻ, അന്നത്തെ ടാഗ്ലൈൻ ഡയഗ്നോസ് വിത്ത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു ടാഗ്ലൈൻ. അതായത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു ടാഗ്ലൈൻ വെച്ചാണ് ദേ സ്റ്റാർട്ടഡ് ഇറ്റ്. സോ ഇവൻച്വലി ഐ തിങ്ക് ദേ ഹാവ് ഡൺ എക്സെപ്ഷണലി വെൽ ഇൻ ദാറ്റ്. അവരത് കാരണം വി ആർ ഫ്രം വെരി ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എനിക്കറിയാം. ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തെങ്കിൽ ഇവർക്ക് ഡ്രീമേഴ്സ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ.
പൈസ വന്നതെല്ലാം പുറത്തുനിന്നും അങ്കിൾമാരും പരിചയമുള്ളവരും ഫ്രണ്ട്സ് ഇവരെല്ലാം ഇൻവെസ്റ്റ് ചെയ്താണ് ഇവിടെ തുടങ്ങുന്നത്. ഇറ്റ് വാസ് എ ഹ്യൂജ് റിസ്ക്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നതിനെ കുറിച്ച് എനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ ഇറ്റ് വാസ് എ ഹ്യൂജ് റിസ്ക്. ദേ ടുക്ക് ഇറ്റ് ദാറ്റ് ടൈം. അന്ന് ഇത്രയും കോമ്പറ്റീഷനും ഇല്ല, പക്ഷെ എന്നാലും ഇറ്റ് വാസ് അന്ന് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. സോ വി ഹാവ് ഡൺ ദാറ്റ് ആൻഡ് അതിൻ്റെ ബെനിഫിറ്റ്സ് ഇപ്പം റീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഡിഡ് യു ഓൾവേസ് നോ മെട്രോന്റെ ഒരു ഭാഗമാകും? പ്ലെയിൻലി സ്പീക്കിംഗ്, ഞാൻ ഒരിക്കലും മെട്രോയിൽ ജോയിൻ ചെയ്യാനെ കുറിച്ച് ആലോചിച്ചില്ല. എൻ്റെ ഫാദറിൻ്റെ വലിയ ആഗ്രഹം ഞാൻ ഡോക്ടർ ആവണമെന്നായിരുന്നു. അതെ, എൻ്റെ ഈവൻ ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുപോകും, അവരെ കൊണ്ട് പറയിപ്പിക്കാൻ, ലൈക്ക് ഹൗ ഈസ് ദെയർ ലൈഫ്, ഹൗ ഫുൾഫില്ലിംഗ് ആണ് എന്നുള്ള രീതിയിൽ. 12th ഞാൻ ബയോളജി ഉണ്ടായിരുന്നു, ഞാൻ ഡ്രോപ്പ് ചെയ്തതാണ്. ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും എഞ്ചിനീയേഴ്സ് ആയിരുന്നു. സോ മൈ ബ്രദേഴ്സ് ഫോർ എഞ്ചിനീയേഴ്സ് ആൻഡ് അവർ 22 years വെളിയിൽ പോകുന്നു, അമേരിക്ക കാണാൻ പോകുന്നു. അങ്ങനെ അന്ന് IT ബൂമുള്ള സമയമാണ്. സോ ഐ ടുക്ക് എ ഡിസിഷൻ ദാറ്റ് ഐ നീഡ് സംതിങ് എഞ്ചിനീയറിംഗ്. അതാണ് എൻ്റെ പാഷനും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. 2006 ആക്ച്വലി എൻ്റെ ഫാദർ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. ഹി വാസ് നോ മോർ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ദെൻ ഇവഞ്ച്വലി അന്നേരം ഞാൻ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു. 12th പാസ്സായപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇവഞ്ച്വലി ഞാൻ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. 2 years ഞാൻ MRF വർക്ക് ചെയ്തു. ദെൻ ഐ ടുക്ക് എ ഡിസിഷൻ, ലൈക്ക് എനിക്ക് നമ്മുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. സോ ഐ ഹാവ് ടു കം ബാക്ക്. അന്നേരം മെട്രോസ്കാൻസ് വാസ് ഗുഡ്. ലൈക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൈസ അവിടുന്ന് കിട്ടും. നമുക്കൊരു എഞ്ചിനീയർ എന്ന് പറഞ്ഞ് കിട്ടുന്ന പൈസ നമുക്ക് ഇവിടുന്ന് സാലറി ആയിട്ട് തരാമെന്ന് പറഞ്ഞു. ദെൻ ഐ ജോയിൻ ബാക്ക്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ജേർണി. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു പരിധിക്ക് മുകളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ എങ്ങനെ ഓരോരുത്തരെയും കീപ്പ് അപ്പ് ചെയ്യുന്നു, അവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള. തുടങ്ങിയ സമയത്ത് മെട്രോസ്കാൻസിൽ എത്ര എംപ്ലോയീസ് ഉണ്ടായിരുന്നു? തുടങ്ങിയ സമയത്ത് മേ ബി ലൈക്ക് ഇപ്പോഴും മെട്രോസ്കാൻസ് പോയാൽ കാണാം, ഇപ്പോൾ എല്ലാം ആഡ് ഓൺ ചെയ്തതാണ്. വി സ്റ്റാർട്ടഡ് ഇൻ എ വെരി ലിമിറ്റഡ് വേ. 30 എംപ്ലോയീസ് 40 എംപ്ലോയീസും കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എല്ലാം ഓരോ മുറി ഇതിന് ഓക്കെ, ഈ ഇൻഫ്രാസ്ട്രക്ചർ പോരാ, നമുക്ക് ഒരു റൂമോടെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വി ആഡഡ് ഇറ്റ്. നൗ ട്രിവാൻഡ്രം മാത്രം എനിക്ക് അറൗണ്ട് മോർ ദാൻ 130 എംപ്ലോയീസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് ആൻഡ് എവരിത്തിങ് ഉണ്ട്. ബാക്കി ഈ പറഞ്ഞ എല്ലാ സെന്റേഴ്സോടെ ഒബിയസ്ലി 250-300 ഡയറക്റ്റ് എംപ്ലോയീസ് ഉണ്ട്. സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു എത്ര ബ്രാഞ്ചസ് ഉണ്ട്, അപ്പൊ റോൻ പറഞ്ഞു ഞാൻ എണ്ണാറില്ല. ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. അതുപോലെ റോൻ പറഞ്ഞൊരു കാര്യമാണ്, അമ്മ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ എണ്ണാൻ പാടില്ല. അതുകൊണ്ട് അമ്മൂമ്മ പറയാറുണ്ട് പിള്ളേരെ എണ്ണാൻ പാടില്ല. സോ എന്ന് പറയുന്ന പോലെ മെട്രോസ്കാൻസ് അറിഞ്ഞോ അറിയാതോ ഞാൻ എണ്ണീട്ടില്ല. പലപ്പോഴും എണ്ണണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ പല രീതിയിലാണ്. അത് ചിലയിടത്ത് മെട്രോസ്കാൻസ് ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ ടേക്കപ്പ് ചെയ്യാറുണ്ട്. വി ടേക്കപ്പ് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റും ലബോറട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ചെയ്യാറുണ്ട്. അവിടെ വി ആസ് എ പാർട്ട് ഓഫ് ദം എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളത് പബ്ലിക്കായിട്ട് വരാറില്ല. അപ്പോൾ സോ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടായിരിക്കാം. റൈറ്റ്. വൺ തിങ് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് മിക്കവാറും എല്ലാം ബ്രാഞ്ചസ് തന്നെയാണ്. നിങ്ങൾ ആ ഫ്രാഞ്ചൈസ് മോഡലിലോട്ട് പോയിട്ടില്ല. ഹൗ ആർ യു ഏബിൾ ടു മാനേജ് ഓൾ ദീസ് ബ്രാഞ്ചസ് വൈൽ യു ആർ ഹിയർ ഇൻ ട്രിവാൻഡ്രം? വി ഹാവ് എ പാർട്ട്നേഴ്സ്. ലൈക്ക് നമ്മൾ തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനേക്കാട്ടും വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു അത്. അപ്പോൾ വി ഹാഡ് ഔട്ട്സൈഡ് പാർട്ട്നേഴ്സ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇന്ന ജോഗ്രഫിക്കൽ ഏരിയാസ് നിങ്ങൾ വേണം ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെല്ലാ മാസവും അവിടെ പോകാറുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി മെട്രോസ്കാൻസ് വളർന്നു, അവിടെ മാനേജേഴ്സ് ഉണ്ട്. ബട്ട് ഇൻഡിവിജ്വലി വളർന്നു എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ പോലെ മുണ്ടും മടക്കി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യത്തിലും വി ആർ ഓൾസോ ഓൾവേസ് ദെയർ. ആൻഡ് ഇങ്ങനെ ഫ്രീക്വന്റ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ ഈ എല്ലാ ബ്രാഞ്ചസിലും നടക്കുന്ന കാര്യങ്ങൾ? മോർ ഓഫ് എ ലൈക്ക് ട്രസ്റ്റ് ആണ്. ലൈക്ക് അവിടുത്തെ നമുക്ക് എവറി ഈവനിങ് വി ഗെറ്റ് എ റിപ്പോർട്ട് ദാറ്റ് എവിടെയൊക്കെ എന്തൊക്കെയാണ്, എത്ര സെയിൽ റവന്യൂ, അങ്ങനെയുള്ള എക്സ്പെൻസ്, മേജർ എക്സ്പെൻസ് എന്താണ് എന്നുള്ള വി ഗെറ്റ് ആൻ അപ്ഡേറ്റ്. ബട്ട് മോർ ഓഫ് ലൈക്ക് ഇപ്പം സൗത്ത് കേരള മാത്രമുള്ള ഒരു നമുക്ക് 3 districts ഉള്ളൂ. ആ 3 districtൽ നമ്മുടെ പാർട്ട്നേഴ്സ് തന്നെ അവിടെ പ്രസൻസ് ഉണ്ട്. അപ്പം വി ഗെറ്റ് എ നോ എവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. എപ്പോഴും അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സി, ഒരു ഓൺടർപ്രണേഴ്സിന്റെ ഇടയിലും അല്ലെങ്കിൽ ബിസിനസ് ലീഡർഷിപ്പ് റൂൾസിൽ ഇരിക്കുന്നവരുടെ ഇടയിലും എല്ലാവർക്കും ഒരുപക്ഷെ ചെയ്യാൻ പ്രയാസമുള്ളൊരു കാര്യവും അതാണ്. യു ജസ്റ്റ് നീഡ് ടു നോ ബട്ട് നോട്ട് മൈക്രോ മാനേജ്. മൈക്രോ മാനേജ്മെന്റ് ചെയ്യുമോ ചെയ്യത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യും. മൈക്രോ മാനേജ് ചെയ്യാറുണ്ട്. അത് ഐ തിങ്ക് ഞാൻ സെക്കൻഡ് ജനറേഷനാണ്. അപ്പം ഐ മേ ബി ദ ഫസ്റ്റ് വൺ ടു ലൈക്ക് സീ ഇറ്റ് ആസ് എന്താ പറയുന്നത്, ഇത്രയും വലുത് എന്നുള്ള രീതിയിൽ കാണുന്നത്. എൻ്റെ പാർട്ട്നേഴ്സായിട്ടുള്ളവരെല്ലാം ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്സുകാരാണ്. അവരെ സംബന്ധിച്ച് ഇത് അവരായിട്ട് വളർത്തിക്കൊണ്ട് വന്ന ഒരു അത്രയൊരു അട്രാക്ഷൻ ഉണ്ട്, ഒരു സ്പിരിറ്റ്, ഒരു പാഷൻ ഉണ്ട്. ആ ഒരു ബ്രാഞ്ച് തുടങ്ങി ഞാൻ കഷ്ടപ്പെട്ടാണ്. ഐ എം ലുക്കിംഗ് ആഫ്റ്റർ അഞ്ചൽ അല്ലെ കൊട്ടാരക്കര നോക്കുന്ന സെൻറ്റർ നോക്കുന്നത്.
ഞാൻ രാത്രി പോയി മെഷീൻ ഇറക്കാനും അവിടെ ഈ പറഞ്ഞൊരു തലേദിവസം പോയി അവിടുത്തെ തറ തുടയ്ക്കാനും അല്ലെങ്കിൽ അവിടുത്തെ ഇന്നടത്തുനിന്ന് ഇന്നടത്ത് പ്ലേസ് ചെയ്യാനും ഇനിഷ്യൽ സ്റ്റാർട്ടപ്പ് ടൈമിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഒരു സെൻറ്റർ തുടങ്ങി കഴിഞ്ഞാൽ വി ആർ ദെയർ. എൻ്റെ MD ഉറപ്പായിട്ടും കാണും. MD ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ നിന്നേ വരത്തുള്ളല്ലോ. ഞങ്ങളവിടെ നിന്ന് മെഷീൻ ഇറക്കുന്ന മൊത്തം കണ്ട്, രാത്രിയായിരിക്കും മെഷീൻ ഇറക്കുന്ന, രാത്രി മൊത്തം നിന്ന് മെഷീൻ ഇറക്കി അത് മെഷീൻ സേഫാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫാണ് എന്നുള്ളതെല്ലാം ഇത് ചെയ്തിട്ടേ നമ്മൾ ഇറങ്ങാറുള്ളൂ. സോ അത്രയും പാഷനുണ്ട് നമ്മളൊരു സെൻറ്റർ തുടങ്ങുന്നതിന്. അപ്പം ആ പാഷൻ തന്നെയാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളതും. കാരണം ആ സെൻറ്റർ നശിക്കാൻ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും മനസ്സിലായി. വിട്ടുകൊടുക്കാൻ അപ്പൊ നമ്മൾ റോഹൻ തയ്യാറല്ല. മൈക്രോ മാനേജ്മെന്റിനെ ഡിഫെൻഡ് ചെയ്യുവാണല്ലേ? മൈക്രോ മാനേജ് ഡിഫെൻഡ് ചെയ്യല്ല. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മൈക്രോ Yeah, but മാനേജ്മെന്റ് ഇസ് എ ഡിഫിക്കൽട്ട് തിങ്, sometimes it is സ്കെയിൽ required. ചെയ്യാൻ പാടാണെന്ന്. ഐ പേഴ്സണലി എംപവർ മൈ മാനേജേഴ്സ്. നിങ്ങൾ ഡിസിഷൻ എടുക്ക് എന്നുള്ള രീതിയിലൊക്കെ എംപവർ ചെയ്യാറുണ്ട്. വിച്ച് ബിക്കോസ് ഐ ഹാവ് എ മച്ച് ബെറ്റർ ഡ്രീം, ലൈക്ക് കേരള ഒട്ടാകെ സ്പ്രെഡ് ചെയ്യണമെന്നുള്ള ഡ്രീം ഉണ്ടായുണ്ട്. ഫാദറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ യു സെഡ് ഹംബിൾ ബാക്ക്ഗ്രൗണ്ട്സ് എന്നാണ് എന്നുള്ളത്. കെൻ യു ടെൽ മീ എ ലിറ്റിൽ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദോസ് ഹംബിൾ ഫാദറിൻ്റെയും എൻ്റെ അങ്കിളിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ദേ കം ഫ്രം എൻ അഗ്രികൾച്ചർ ഫാമിലി. അപ്പോൾ അതും വലിയതൊന്നുമല്ല, ഡേ ടു ഡേ നീഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്ന്. ഐ ജസ്റ്റ് സെഡ് അവർ സർവൈവ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് പലരും ബോംബെയിലും ഒക്കെ പോയി അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് വന്ന് ഈ ഒരു എഡ്യൂക്കേഷൻ ഇത് പഠിച്ച് റെഡി ടെക്നീഷ്യനായിട്ട് പഠിച്ച്. ഇപ്പോൾ അന്ന് പഞ്ചാബിൽ നിന്നോ അങ്ങനെ അവിടെ നിന്നെങ്ങാണ്ടായിരുന്നു ഒരാൾ, പഞ്ചാബിയാണ് ട്രിവാൻഡ്രത്ത് സ്കാനിങ് സെൻറ്റർ നടത്തിക്കൊണ്ട് അന്ന് അറൗണ്ട് മൈ 80s അല്ലെങ്കിൽ 90s, early 90s അവരവിടെ ടെക്നീഷ്യനായിട്ട്, CT ടെക്നീഷ്യനായിട്ട്, എക്സ്റേ ടെക്നീഷ്യനായിട്ട് നിന്നതാണ്. ദെൻ ദേ ഡെവലപ്ഡ് ഈ പറയുന്ന പോലെ ഇത് ചെയ്യാൻ പഠിച്ചു. അത് ആ ജോലിക്കുള്ള പാഷൻ കാരണമാണ് അവർ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. അടുത്ത ടെക്നീഷ്യനിൽ നിന്ന് അടുത്തൊരു മാനേജറിലൊക്കെ സെയിൽസ് പഠിക്കാൻ, അതായത് ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് പഠിക്കാൻ അവർ താല്പര്യമെടുത്തു. ലൈഫിൽ ഇവരാരും ഇംഗ്ലീഷ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ നൗ ദേ ഓൾ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അവർ സ്വയം പഠിച്ചെടുത്താണ് ഇതെല്ലാം. അപ്പം അത് ആ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ധൈര്യം. ഇപ്പോഴും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് എനിക്ക് കുറേ സമയമെടുത്ത് ഇംഗ്ലീഷിലൊക്കെ ഒന്ന് സംസാരിച്ച് ധൈര്യമായിട്ട് സംസാരിക്കാൻ. ആ ധൈര്യമാണ് ഞാൻ പറഞ്ഞത്, അത് അവരുടെ ഒരു പാഷനാണ് പറഞ്ഞത്. ദേ ഹാവ് ഡൺ. അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് എനിക്ക്, എന്നെ സംബന്ധിച്ച്. ഞാൻ അത് കണ്ട് വളർന്ന അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ജനറേഷൻ തന്നെയാണ്. സോ ഇറ്റ്സ് നോട്ട് സംതിങ് വിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലല്ല. ഇനി റോഹൻ IIM പഠിച്ച് വന്ന് മെട്രോ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ സംതിങ് ദാറ്റ് യുവർ എഡ്യൂക്കേഷൻ ഹെൽപ് യു ടു ഇംപ്ലിമെന്റ്? ഐ ഹാഡ് എ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ദെയർ ബിക്കോസ് MBA നമ്മൾ, എൻ്റെ ഫാദറോ എൻ്റെ അങ്കിളോ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഡോക്യുമെൻ്റ് ചെയ്തത് പഠിപ്പിക്കുകയാണ് എന്ന് മനസ്സിലായത് അവിടെ പോയപ്പോഴാണ്. ലൈക്ക് MBA ഇസ് ലൈക്ക് ഹൗ പീപ്പിൾ ഹാവ് ഡൺ ബിസിനസ്. റൈറ്റ്. അത് ഡോക്യുമെൻ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. ലൈക്ക് ഇത് ഇങ്ങനെയൊക്കെയാണ് ബിസിനസ് ചെയ്തത്. പക്ഷേ ഒരേ സിറ്റുവേഷൻ രണ്ടുപേര് ചെയ്തത് ഒരാളുടെ സക്സസ്സും ഒരാളുടെ ഫെയിലിയറും ആയിരിക്കും. കറക്റ്റ്. നമ്മളെന്താ പറയുക, കുറേ പത്രങ്ങൾ ഒരുമിച്ച് വായിക്കുക എന്നുള്ളൊരു രീതി തന്നെയാണ് MBA നമുക്ക് തരുന്നൊരു അഡ്വാൻറ്റേജ്. ബട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് ഞാനിപ്പോഴും ആ ബുക്ക് കീപ്പ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഒരു പ്രൊഫസർ ഒരു ബുക്ക് നോവൽ വായിക്കാൻ തന്നു. റെക്കോർഡ് സിമിലർ എന്ന് പറഞ്ഞൊരു ബ്രസീലിയൻ എൻ്റർപ്രണറിൻ്റെ ഒരു ബുക്കാണ്. ഹി ഹാസ് എ ഇൻട്രസ്റ്റിംഗ് ടേക്ക് ഓൺ ദ ബിസിനസ്. അപ്പോൾ ആൾ ബിസിനസ് എല്ലാം ഫുൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തു, എംപ്ലോയീസിന് വിട്ടുകൊടുത്തു. ആളുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ടേക്കാണ്. നിങ്ങൾ എന്തിനാണ് സെക്യൂരിറ്റി, മാനുഫാക്ചറിങ് ആണ്, അപ്പോൾ എന്തിനാണ് ഇത്രയും സെക്യൂരിറ്റി വെച്ചേക്കുന്നത്? നിങ്ങൾ എംപ്ലോയീസിനെ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വീട്ടിലൊന്നും കൊണ്ടുപോകില്ല. അപ്പം എന്തിനാണ് നിങ്ങൾ, അപ്പം സെക്യൂരിറ്റി അനാവശ്യമാണ്. അപ്പോൾ അയാൾ സെക്യൂരിറ്റികളെ മാറ്റി, അവർ കൊണ്ടുപോയിക്കോട്ടെ, കുറച്ച് കൊണ്ടുപോട്ടെ, എത്ര ദിവസം അവർ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ. ഒരു സ്കാനിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ വാട്ട് ഇസ് ദ നമ്പർ ദാറ്റ് യു ആർ ലുക്കിംഗ് അറ്റ്? എന്തായിരിക്കും ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ നമ്മൾ റിക്വയർമെന്റ്? പല രീതിയിൽ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാബൊക്കെ ആണെങ്കിൽ ഒരു 10 to 20 lakhs നമുക്ക് ഒരു ഡീസൻറ്റ് ലാബൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷേ ആൻഡ് ഇതിൽ വാട്ട് വുഡ് യു സജസ്റ്റ്? ഇപ്പം ഓഫ് കോഴ്സ് ഒരുപാട് എന്തൂസിയാസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉള്ളവരുണ്ടാവും. ഒന്ന് എന്താ പറയുന്നത്, അതായത് നമ്മൾ ക്യാപിറ്റൽ എങ്ങനെ റേസ് ചെയ്യുന്നതായിരിക്കും സ്മാർട്ട്? ഈ പറഞ്ഞ 20 lakhs, ഡു യു നോ ഓഫ് എനി ഈ ഗവൺമെന്റ് സബ്സിഡീസും? ഞാൻ പറഞ്ഞില്ലേ, ഇല്ല, എൻ്റെ അറിവിലില്ല, എനിക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ അത് നോക്കി പോകാത്തത് കൊണ്ടായിരിക്കാം. എനിവേസ് 20 lakhs ഒരു ഡീസൽ അല്ലെങ്കിൽ 5 lakh ഫ്രാഞ്ചൈസി കിട്ടാറുണ്ട്. മേജർ ബ്രാൻഡ്സിൻ്റെ എല്ലാം ഫ്രാഞ്ചൈസീസ് ആർ അവൈലബിൾ ഇറങ്ങണമെങ്കിൽ. പക്ഷേ അറ്റ്ലീസ്റ്റ് യു ഷുഡ് ബി ട്രെയിൻഡ് ഇൻ ദാറ്റ് ഫീൽഡ്. ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്, ഐ ക്യാൻ ഡൂ ഇറ്റ്. അതായത് വേറൊരു സ്റ്റാഫ് ഇല്ലെങ്കിലും എനിക്കത് സാമ്പിൾ എടുക്കാൻ പറ്റും എന്നുള്ള ലെവലാണെങ്കിൽ യു ഡു ദ ഇൻവെസ്റ്റ്മെൻറ്റ്, യു ടേക്ക് സം റിസ്ക്, ഇൻവെസ്റ്റ് ചെയ്യുക. എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, ഞാനങ്ങ് ഇൻവെസ്റ്റ് ചെയ്ത് കളയാമെന്നുള്ളത് ഞാൻ പറയാം. ഹെൽത്ത് കെയർ കനോട്ട് ബി പ്രോഫിറ്റ് ഡ്രിവൺ എന്നുള്ളതാണ് ഞാൻ പറയാം. ഈസി ഷുഡ് നോട്ട് ബി എന്നുള്ളതിന് ഈസി മണി, ഹൈ മാർജിൻ ബിസിനസ്സാണെന്ന് പലരും പറയാറുണ്ട്. ഇതിങ്ങനെ വെച്ചാൽ ഇത്ര രൂപയുള്ളൂ, ഇത്ര രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്, ഇത്ര രൂപ നമുക്ക് ചിലവാകത്തുള്ളൂ. പക്ഷേ സർവീസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമബിൾസിൻ്റെ റേറ്റ് കുറവായിരിക്കും.
പക്ഷേ സ്റ്റാഫ് ചാർജ് ഭയങ്കരമായിരിക്കും. നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ഡോക്ടറിൻ്റെ എക്സ്പെൻസ് ഭയങ്കരമായിരിക്കും. സ്കിൽ സെറ്റ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. മെഷീനറി ഇൻവെസ്റ്റ് ചെയ്യുന്ന കോടികളുടെ മെഷീനറി ആയിരിക്കും. ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് തെറ്റായിരിക്കും. ഞാനും അവനും ഒരേ മെഷീനറി ആയിരിക്കും, പക്ഷേ ഞാനും അവനും കൊടുക്കുന്ന റിസൾട്ട് ഔട്ട്പുട്ട്, ഇതിൻ്റെ പുറകിൽ ഡോക്ടേഴ്സും ടെക്നീഷ്യന്മാരും വർക്ക് ചെയ്താണ് ഈ റിസൾട്ട് ഉണ്ടാക്കുന്നതെന്നുള്ളത് പല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരും മറക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്ത് അഡ്വൈസ് ചെയ്യും? ഒരു സ്കാനിങ് സെന്റർ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് സെന്റർ Reputed- ഞാൻ തുടങ്ങരുതെന്നാണോ? അല്ലല്ല, ഒബിയസ്ലി ഐ വെൽക്കം കോമ്പറ്റീഷൻ ഇൻ മൈ ഫീൽഡ്. കോമ്പറ്റീഷൻ വരണം, ആളുകൾ തുടങ്ങണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയാറുള്ളത്. ഞങ്ങൾ ഒരിക്കലും നോ പറയാറില്ല. ആൻഡ് ഐ വുഡ് സേ സൗത്ത് കേരളയിൽ അത്യാവശ്യം തുടങ്ങിയിട്ടുള്ള രക്ഷപ്പെട്ടിട്ടുള്ള എല്ലാ ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സും മെട്രോയിൽ വർക്ക് ചെയ്ത സ്റ്റാഫ്സിൻ്റെയോ അല്ലെങ്കിൽ മെട്രോയിൽ എങ്ങനെയെങ്കിലും പണ്ടത്തെ കാലത്ത് എപ്പോഴെങ്കിലും ഒരു കാലഘട്ടത്തിൽ അസോസിയേറ്റ് ചെയ്ത ആളുകളോ തുടങ്ങിയതായിരിക്കും. Right. അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ സൗത്ത് കേരള അല്ലെങ്കിൽ സൗത്ത് കേരള എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തവർ തന്നെ ആയിരിക്കും. അപ്പം അത് ഇന്നവേ ബ്രദർഹുഡ് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. ഒരാൾക്കില്ലെങ്കിൽ മറ്റടുത്ത് സഹായിക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ട് കോമ്പറ്റീഷൻ വരരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ നോ വാട്ട് യു ആർ ഡൂയിങ്. ഇനി അറിയേണ്ടത് ഒരു സെന്റർ റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മേജർലി ഉണ്ടാവുന്ന എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന്. നമ്മളിപ്പോൾ ഒരു സെൻറ്റർ തുടങ്ങുക എന്ന് പറയുന്നത് ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ MRI CT ഒക്കെ ക്രോഡ്സിൽ വില വരുന്നതാണ്. അപ്പം നല്ല ലേറ്റസ്റ്റ് ടെക്നോളജി മെഷീൻ CT MRI ഒക്കെ വാങ്ങുന്നതിന് അറൗണ്ട് ഒരു 12 crore 10 crore റേഞ്ചിൽ CT MRIന് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ ബാക്കി എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റോടെ ഒരു 15 crore എങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലേ ഒരു സെൻറ്റർ ആവത്തുള്ളൂ. റൈറ്റ്. സെൻറ്ററിൻ്റെ കണ്ടിന്യൂസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് സെൻറ്റർ ഇട്ടാൽ മാത്രം പോരല്ലോ, അത് കഴിഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ കൺസെപ്ഷൻ എടുക്കുന്ന റീഏജൻ്റ് ഉണ്ട്, ഫിലിമുണ്ട്, എക്സ്റേ ഫിലിംസ് ഉണ്ട്. അത് ഏകദേശം ഒരു 10 to 20% അതിൻ്റെ റേറ്റ്സ് വരും. റീജൻസ് അതിൽ കൂടുതലാവും, ബട്ട് അറൗണ്ട് 30% കൂട്ടിക്കോ, നമുക്കത് നോക്കാം. മാൻ പവർ സ്കില്ല് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എസ്പെഷ്യലി വെൻ കേരളത്തിലെ നല്ല ഡോക്ടേഴ്സ് ആയാലും നല്ല ടെക്നീഷ്യന്മാരായാലും എല്ലാവരും ഗൾഫിലേക്ക് പോകാനും വെളിയിലേക്ക് പോകാനും ഒക്കെ നോക്കണം. അപ്പോൾ അവരെയൊക്കെ ഇവിടെ നിലനിർത്തണമെങ്കിൽ തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള റേറ്റ്സ് കഴിഞ്ഞ ഒരു റീസെൻറ്റ് വർഷങ്ങളായിട്ട് നമുക്കത് ഭയങ്കര നല്ല രീതിയിൽ എക്സ്പെൻസീവ് ഒരു പ്രൊപ്പോർഷനായിട്ട് വരുന്നുണ്ട്. ദെൻ കംസ് പിന്നെ ബാക്കി യൂഷ്വൽ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ്, റെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ചാർജ്, അങ്ങനെ ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള കൺസെപ്റ്റ്. ഇലക്ട്രിസിറ്റി ചാർജസ് നല്ലൊരു എമൗണ്ട് ആണ്, ഹ്യൂജ് എക്സ്പെൻസ് ആണ്. അതൊരു കൺസെപ്ഷൻ ആണ്. ഇതിലെല്ലാം ഉപരി ഈ മെഷീൻസിൻ്റെ എല്ലാം ഒരു വിലയുടെ ഒരു 10 to 15% നമ്മളെല്ലാ വർഷവും മെയിൻ്റനൻസ് കോസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരാറുണ്ട്. അതായത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റോ അല്ലെങ്കിൽ CMC എടുക്കാതെ ഈ മെഷീനൊന്നും മുമ്പോട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം ആ കമ്പനിയുടെ കണ്ടിന്യൂസ് സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ആ പേയ്മെൻറ്റ് ഉപയോഗിച്ചില്ലല്ലോ ആ പേയ്മെൻറ്റ് കൊടുത്താലേ പറ്റത്തുള്ളൂ. സോ അത് പലരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോസ്റ്റ് അല്ല, അത് തന്നെ ഒരു വലിയൊരു കോസ്റ്റാണ്. അതായത് നമ്മളീ പറയുന്നത് 15 CR 10 CR ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് 10% 1 CR നമ്മൾ എല്ലാ വർഷവും മെഷീൻ ഉപയോഗിച്ചില്ലെങ്കിലും മെയിൻ്റനൻസ് കോസ്റ്റായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ കുറേ ചിലതൊക്കെ നമ്മുടെ ഹിഡൻ എക്സ്പെൻസുകളാണ്, നമ്മൾ അറിയത്തില്ല. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ മറ്റേ ഈ അപ്പാർട്ട്മെന്റ്സ് വാങ്ങുമ്പോൾ ആരും അതിന്റെ ഒരു കോൺസ്റ്റന്റ് എക്സ്പെൻസ് പോകുന്ന കാര്യം ചിലപ്പോൾ ഓർക്കത്തില്ല. അതേപോലെ അതുപോലെയാണ്. ടെൽ us about മെയിൻ റവന്യൂ സ്ട്രീംസ്. അതായത് എക്സ്പെൻസസ് ഉണ്ട് ഫോർ ഷുവർ, പക്ഷെ ആ എക്സ്പെൻസ് നമ്മൾ ബെയർ ചെയ്ത് ഈ സാധനം ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും മറ്റേ സൈഡും ലൂക്രേറ്റീവ് ആയിരിക്കണമല്ലോ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള റവന്യൂ സ്ട്രീംസ് എന്താണെന്ന് പറയും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മെയിൻ റവന്യൂ സ്ട്രീം എന്ന് പറയുന്നത് വാക്ക് ഇൻ പേഷ്യൻ്റ് ആണ്. അത് ഡയറക്റ്റ് അല്ല, ഒബിയസ്ലി ത്രൂ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഡോക്ടേഴ്സ് നമ്മുടെ സെൻറ്റർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അതായത് ഡോക്ടർ റെഫറലാണ് നമുക്ക് മേജർ റവന്യൂ സോഴ്സ് അത് തന്നെയാണ്. അറൗണ്ട് 70% പേഷ്യൻസും ആ രീതിയിലായിരിക്കും വരുന്നത്. ഒരു 10-20% അല്ലാതെ വരുന്നവരുണ്ട്. ഇപ്പം വെൽനെസ് ഭയങ്കര ട്രെൻഡിങ് രീതിയാണ്. എല്ലാവർക്കും അവരവരുടെ ശരീരത്തിനെ കുറിച്ച് സംശയമാണ്. അപ്പോൾ എവരി 6 months അല്ലെ എവരി 1 year അവർ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന ഒരു ഫീൽഡാണ് വെൽനെസ് എന്ന് പറയുന്നത്. നമ്മൾ ഇൽനെസ് മാത്രമല്ല, ഇപ്പോൾ വെൽനെസ്സിനെ വെൽനെസ് നമ്മൾ ടേക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ആ വെൽനെസ് നമുക്ക് ഗ്രോ ചെയ്യുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അത് എഗെയിൻ അടുത്തൊരു റവന്യൂ സ്ട്രീമാണ്. പിന്നെ ഗവൺമെൻറ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ്റിൻ്റെ കുറേ സ്കീമുണ്ട്, RSBY അങ്ങനെ കുറേ സ്കീംസ് ഉണ്ട്, വിച്ച് വി ടെൻഡറാണ്, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്, നമ്മളത് ടേക്കപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ECHS CGHS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് സ്കീംസ് ഉണ്ട് ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസിന് വേണ്ടിയുള്ള. അപ്പോൾ അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു റവന്യൂ, പക്ഷെ അതൊക്കെ വെരി മിനിമലാണ്. ബിക്കോസ് അറിയാലോ ഗവൺമെന്റിന്റെ ഒരു രീതി വെച്ചിട്ട്. ഇപ്പോൾ ഈ നിങ്ങളിപ്പോൾ ടെൻഡർ വിളിച്ചു, ഇഫ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ആൻഡ് ദെൻ ഈ ഗവൺമെന്റ് ടൈപ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ എല്ലാ ബ്രാഞ്ചസിലും അക്സെപ്റ്റബിൾ ആയിരിക്കുമോ? നമ്മളിപ്പം ഓരോ സ്ഥലത്തെയും വോളിയം വെച്ചാണ് അത് നോക്കുന്നത് യൂഷ്വലി. കാരണം ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് ഡിലേ ഉണ്ട്.
അപ്പം നമ്മൾ ഒരിക്കലും അതിനൊരു മേജർ റവന്യൂ, നമ്മുടെ സസ്റ്റൈനബിൾ റവന്യൂ എന്നുള്ള രീതിയിൽ അതിനെ കാണാൻ പറ്റത്തില്ല. മനസ്സിലായി. നമുക്ക് മേ ബി ഒരു സേവിങ്സ് പോയിന്റിൽ വേണമെങ്കിൽ ഓക്കെ, ഇത് നമുക്ക് കുറച്ചുകൾ ഗവൺമെൻറ് ആയതുകൊണ്ട് ഷ്യൂരിറ്റി ഓഫ് പേയ്മെൻറ്റ് ഉണ്ട്. സോ മേ ബി ലൈക്ക് ഡൗൺ ദ ലൈൻ 6 months ഡൗൺ ദ ലൈൻ, 3 months ഡൗൺ ദ ലൈൻ, അല്ലെ 1 month ഡൗൺ ദ ലൈൻ നമുക്കത് കിട്ടും എന്നുള്ളൊരു ഷ്യൂരിറ്റി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് ചെയ്യാം. പക്ഷേ അതല്ലായിരിക്കണം, അത് നമ്മുടെ മേജർ റവന്യൂ പോയിന്റ് ആയിരിക്കരുത്. അപ്പോൾ വി ആർ നമ്മുടെ മേജർ റവന്യൂ പോയിന്റ് വോക്ക് ഇൻ പേഷ്യൻസ് തന്നെയാണ്. ബിക്കോസ് അവരാണ് നമ്മളെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതാണ് നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. പറഞ്ഞിട്ട് വേറെ ഹോസ്പിറ്റൽസ് ആയിട്ടുള്ള ടൈപ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോംസ്, അതുപോലെ ഒത്തിരി ഓൺലൈൻ ആപ്സ് ഉണ്ട് ഇപ്പോൾ ഈ സർവീസസ് തരുന്നത്. അപ്പോൾ അങ്ങനത്തെ ആപ്പ് ടൈപ്സും ഈ സോർട്ട് ഓഫ് അസോസിയേഷൻസ് നല്ലൊരു റവന്യൂ പോയിന്റ് ആണോ കമ്പാരിറ്റീവ്ലി? ഞങ്ങളിപ്പം ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ടേക്കിംഗ് അപ്പ് ഹോസ്പിറ്റൽസ്. നമ്മൾ ഹോസ്പിറ്റൽസിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, CT, അൾട്രാസൗണ്ട്, MRI ഇതെല്ലാം നമ്മൾ ഹോസ്പിറ്റൽസിൽ ഇട്ട് കൊടുക്കാറുണ്ട്. മേ ബി ലൈക്ക് ഒരു 3-4 years റൺ ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. ബട്ട് ദേ ഡോണ്ട് ഹാവ് ദ ഇൻ ഹൗസ് പേഷ്യൻറ്റ്. ഇല്ലെങ്കിൽ വി അവർ സെൽഫ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ മാർക്കറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഇൻഡിപെൻഡൻറ്റ് ഡയഗ്നോസിസ് സെൻറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. നമ്മളെ സംബന്ധിച്ച് ഒരു മിനിമം ഗ്യാരണ്ടി അവർ തരുന്നുണ്ട്. മിനിമം കേസ് ലോഡ് ആ ഹോസ്പിറ്റൽ തരുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് കുറയുന്നുണ്ട്. നമ്മളല്ലേ സ്വന്തമായിട്ട് ട്രാൻസ്ഫോമർ വാങ്ങിക്കണം. ദർ ഇസ് എ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കുറഞ്ഞ് കിട്ടും. അത് കാരണം ഹോസ്പിറ്റലിൽ അപ്പോൾ ഓൾറെഡി ട്രാൻസ്ഫോമറും ജനറേറ്ററും എല്ലാം ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ റീസെൻ്റായിട്ട് കുറേ പ്രോജക്ട്സ് അങ്ങനെയാണ് വരുന്നത്. പൊതുവെ ഹോസ്പിറ്റലിനകത്ത് നമ്മൾ ചെയ്താണ് വരുന്നത്. ആപ്സിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റിംഗ് ടേക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ആപ്സ് ഞാൻ അസോസിയേറ്റ് ചെയ്യാറില്ല, ഒരു ആപ്സുമായിട്ടും അസോസിയേറ്റ് ചെയ്യാറില്ല. എസ്പെഷ്യലി ഡയറക്റ്റ് ടു ദ കസ്റ്റമർ ഞാൻ അസോസിയേറ്റ് ചെയ്യാറില്ല. കാരണം മൈ പോയിന്റ് ഓഫ് വ്യൂ ഇസ് ലൈക്ക് ആപ്സ് നമ്മുടെ കസ്റ്റമറിനെ അവർ ടേക്കപ്പ് ചെയ്യാണ്. അവർ ഈ പറയുന്ന പോലെ അവർക്ക് ഫണ്ടുണ്ട്. അവരതിനെ ഡീപ്പ് അണ്ടർ കട്ട് ചെയ്തിട്ട് അവർ നമ്മുടെ ഓയോയുടെ കാര്യം പറഞ്ഞ പോലെ അവർ റൂമിൻ്റെ പൈസ എന്തായാലും തരും. അവർ ഏത് രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് നമ്മൾ അറിയണ്ട എന്നുള്ള രീതിയാണ് എല്ലാ അഗ്രിഗേറ്റർ ബിസിനസ്സുകാരും നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പം നമ്മുടെ അടുത്ത് പറയുന്നത്. സാർ, നിങ്ങൾക്ക് ഈ പൈസ ഞങ്ങൾ തന്നേക്കാം, ഞങ്ങൾ എത്രയാണ് പേഷ്യൻറ്റിന് കൊടുത്തതെന്നുള്ളത് നിങ്ങൾ അറിയണ്ട എന്നുള്ള രീതിയാണ് പറയുന്നത്. 2 കാര്യങ്ങളുണ്ട്. എന്നെ വിശ്വസിച്ച് എൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു പേഷ്യൻറ്റ് ഫീൽ ചീറ്റഡ് ദാറ്റ് അവൻ ആപ്പ് ത്രൂ ചെയ്തപ്പം അതിനെക്കാട്ടും റേറ്റ് കുറച്ച് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഡയറക്റ്റ് കസ്റ്റമറിനെ ഞാൻ ഇഗ്നോർ ചെയ്തിട്ട് എൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഏജൻറ്റ് ത്രൂ വിൽക്കുന്നിടത്ത് കുറച്ച് കൊടുക്കുന്നതിലേ ഒരു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അവർ ആ റേറ്റ് അറിയുമ്പോൾ അവർക്ക് തോന്നുന്നത് അങ്ങനെ ഇരിക്കും. ലൈക്ക് അത് ആപ്പ് ത്രൂ ആണോ ലാഭം, പിന്നെ എല്ലാവരും ആപ്പിൽ കൂടാം. നമ്മളെന്തിനാണ് ഇടയ്ക്ക് ഒരു ഏജൻറ്റിനെ വെറുതെ ആഡ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. ഐ ഡോണ്ട് തിങ്ക് അഗ്രിഗേറ്റർ ബിസിനസ് ഒരു വാല്യൂ അഡീഷൻ ബിസിനസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. Understood. Okay. So keeping apps aside, you said that നമുക്ക് ഹോസ്പിറ്റൽസുമായിട്ട് ഞങ്ങൾക്ക് ടൈപ്സ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇതൊരു ഇച്ചിരി കോൺട്രവേഴ്ഷ്യൽ പോയിന്റ് ആയിരിക്കാം. സോ നമ്മൾ പൊതുവെ കേൾക്കാറുള്ള കാര്യമാണ് ഈ ഡോക്ടേഴ്സ് നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റവന്യൂ സോഴ്സ് ആണ്. അതായത് നിങ്ങളുടെ ഫേമിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ല, വേറെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് പേഷ്യൻസിനെ റെഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റവന്യൂ സോഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഡേറ്റ ഉണ്ടാവും ഈ ഓരോ ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ഓഫ് ഡോക്ടേഴ്സ് എന്തൊക്കെ ടെസ്റ്റാണ് വിടുന്നത്. ഈ അനാവശ്യമായി ടെസ്റ്റ് പുഷ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടോ? അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ? ഇത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അനാവശ്യമായിട്ട് ഡോക്ടേഴ്സ് എഴുതുന്നു. അനാവശ്യമല്ല, അല്ലെ ആവശ്യം എന്താണ് ആവശ്യം എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്? അത് ഡോക്ടർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മളൊരു പേഷ്യൻ്റ് ഒരു ഡോക്ടറുടെ അടുത്ത് പോകുന്നത് ആ ഒരു രോഗത്തിന് ചികിത്സ കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്, ആ ഡോക്ടറിനെ വിശ്വസിച്ചുകൊണ്ടാണ് വന്നത്. ആ വിശ്വാസം ഇല്ലെങ്കിൽ ആ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഡോക്ടർ പേഷ്യൻറ്റിന് ദ്രോഹം വരുന്ന ഒന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം എവിഡൻസ് ബേസ്ഡ് ആണ്. എന്താണ് എവിഡൻസ്? ഇവർക്ക് ഒരു പനി വന്നാൽ തന്നെ ഏത് പനിയാണ്, ഡെങ്കു ആണോ, ചിക്കൻ ഗുനിയാണോ, അതോ കോവിഡ് ആണോ, എത്ര ഫ്ലൂ ആണോ, ഇത് എന്ത് പനിയാണെന്ന് തിരിച്ചറിയണം. അൺലെസ് ആൻഡ് അണ്ടിൽ ഈ ഡോക്ടർ ഇത് ഓരോന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാതെ ഈ പറയുന്ന ഏത് പനിയാണെന്ന് ഡോക്ടറിന് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ എല്ലാം ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കും. പക്ഷെ എന്നാലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അഡ്മിറ്റായി ഇൻഷുറൻസ് വേണം, ഇൻഷുറൻസുകാർ ചോദിക്കുന്നത് എന്ത്? രണ്ടാമത്തെ ചോദ്യം, നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു, ആ ട്രീറ്റ്മെൻറ്റ് തെറ്റി, നമ്മൾ തന്നെ കോടതിയിൽ കൊണ്ട് കേസ് കൊടുക്കും ഡോക്ടറിനെതിരെ. ഈ ഡോക്ടർ ചെയ്തില്ല എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് സീൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് റൂറൽ സെഗ്മെൻറ്റിൽ സ്കാനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ ഒരുപാട് പേഷ്യൻസ് പണ്ടത്തെ ഡോക്ടേഴ്സാണ്. അവർ വയറുവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഒരു കാര്യം ചെയ്യും, 3 ദിവസം ഈ ഗുളിക കഴിച്ചിട്ട് വാ. പക്ഷേ പേഷ്യൻ്റ് ഡയറക്റ്റ് എൻ്റെ സെൻറ്ററിൽ വരും. ആ ഡോക്ടറിന് ഒരു അൾട്രാസൗണ്ട് പോലും എഴുതാൻ അറിയത്തില്ലയോ എന്നുള്ള രീതിയിൽ ആ ഡോക്ടറിനെ 2 ചീത്ത വിളിച്ചിട്ട് അവിടെ വന്ന് സ്വന്തമായിട്ട് എഴുതി കൊടുത്ത് അൾട്രാസൗണ്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പേഷ്യൻറ്റിന് സ്വയം അവയർനെസ് ഉണ്ട്. ഡെങ്കു വന്നാൽ പ്ലേറ്റ്ലെറ്റ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം പേഷ്യൻ്റ് തന്നെ ഡയറക്റ്റ് വന്ന് ഇപ്പം ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം, എനിക്കിതാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് എന്ന് പറയാൻ
പ്രാപ്തിയുണ്ട് പേഷ്യൻസിന്. അപ്പം ചിലപ്പോൾ ഡോക്ടേഴ്സ് അനാവശ്യമാണെന്ന് വിചാരിക്കുന്നിടത്തും പേഷ്യൻ്റ് ഇതിലൊന്നും സാറ്റിസ്ഫൈഡ് ആവത്തില്ല. ഇനി ഇതേപോലെ തന്നെ ചെയ്യാതെ ഈ മരുന്ന് കഴിച്ച പേഷ്യൻറ്റും ഉണ്ട്, വർഷങ്ങളോളം കഴിച്ച് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു ഈ ട്യൂമർ, ചെറിയ രീതിയിൽ കണ്ടുപിടിക്കേണ്ട ഒരു ട്യൂമർ ഫുൾ ഗ്രോ ചെയ്ത ഒരു ട്യൂമറായിട്ട് നമ്മൾ ഈ റൂറൽ സെക്ടറിൽ കാണുന്നുമുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും ഉണ്ട്. ഏത് ആവശ്യം അനാവശ്യം എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഡോക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ഡോക്ടറാണ് അത് ചികിത്സിക്കുന്ന ഡോക്ടറാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല ഡോക്ടേഴ്സിനും കമ്മീഷൻ ബേസിസിലാണ് ഈ പറയുന്ന റെഫറൻസസ് കൊടുക്കുന്നത് എന്നും പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന പോലെ എന്ത് കാര്യമായാലും ഞാനതാ പറഞ്ഞത്, നമ്മൾ ഈ എന്ത് കാര്യമായാലും എൻ്റെ ഡോക്ടേഴ്സിൻ്റെ പേഷ്യൻറ്റിൻ്റെ വെൽഫെയർ ആണ് മുഖ്യം. നമ്മളൊരു ഡോക്ടറിനെ എങ്ങനെയാണ് കാണുന്നത്, ആ ഡോക്ടറിൻ്റെ കൈപ്പുണ്യമാണ് നമ്മൾ പറയുന്നത്, അല്ലേ? Right. അതായത് ആ ഡോക്ടർ മരുന്ന് തന്നപ്പോഴേ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ അസുഖം മാറി എന്നുള്ളത് പറയണം. അപ്പോൾ അത് പറയണമെങ്കിൽ ആ ഡോക്ടറിന് രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം. കറക്റ്റ് ഡയഗ്നോസിസ് അറിഞ്ഞിരിക്കണം, കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് അറിഞ്ഞിരിക്കണം. കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്യണമെങ്കിൽ ഹി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ കറക്റ്റ് ഒരു നല്ലൊരു ഡയഗ്നോസിസ് സെൻ്ററുമായിട്ട് ടൈപ്പ് ആയിരിക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടും പുള്ളിക്കാരന് കാര്യമില്ല. കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം. പുള്ളിക്കാരൻ എഴുതുന്ന മരുന്ന് കൃത്യമായിട്ട് അളവിൽ ചെല്ലുന്ന ഒരു കമ്പനിയുടെ മരുന്നുമായിരിക്കണം. നമ്മളെപ്പോഴും പറയും മരുന്ന് കമ്പനിക്കാർ കൊടുക്കുന്നു, ഇതൊക്കെ പറയാം. പക്ഷേ ഡോക്ടേഴ്സ് അറ്റ് ദ എൻഡ് ചെയ്യുന്നത്, ഇനി എന്തൊക്കെ കൊടുത്താലും ഡോക്ടേഴ്സ് അറ്റ് ദ എൻഡ് ചെയ്യുന്നത് രോഗിയുടെ അസുഖം മാറുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റേ കൊടുക്കുകയുള്ളൂ. ആൻഡ് അതിന് ഡോക്ടേഴ്സ് ഏത് സ്ഥാപനത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഏത് മരുന്ന് കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അത് നല്ലതായിരിക്കും, അത് പേഷ്യൻറ്റിന് നല്ലതായിരിക്കും. ബാക്കി കാര്യങ്ങളൊന്നും ഡോക്ടേഴ്സ് മൈൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊന്നും അത്ര ഇന്നത്തെ കാലത്ത് അത്ര ഒരു ഉള്ള ഒരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്. ആൻഡ് വേറൊരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങളുടെ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡിംഗ് ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സിലാണ് റേറ്റ്സ് പലപ്പോഴും കുറവ്? ആൻഡ് ഇൻഫാക്ട് പല സെക്ടറിലും ഇരിക്കുന്ന ഡോക്ടേഴ്സ് ഇപ്പോൾ സ്കാനിങ്ങിന് തന്നെ ഓക്കെ ഇന്നടത്ത് പോകുക, അവിടെ കുറച്ച് റേറ്റ് കുറച്ചായിരിക്കും തരിക. അപ്പോൾ ആ റേറ്റ് ഡിപ്പ് വരുന്നതിൻ്റെ റീസൺ എന്താണ്? മെയിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റാണ്. ഇപ്പം ഞാനിപ്പം എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് റേഡിയോളജി മാത്രമേ ഉള്ളൂ. എനിക്ക് ഇത്ര സ്റ്റാഫ്, റേഡിയോളജി ഡിപ്പെൻഡ് അല്ലെങ്കിൽ ലബോറട്ടറി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇത്ര സ്റ്റാഫേ ഉള്ളൂ എന്നുള്ളത്. അതേസമയത്ത് ഹോസ്പിറ്റലിൽ അങ്ങനെയല്ലോ. ഹോസ്പിറ്റലിൻ്റെ എത്ര ബെഡാണ്? ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ ഒരു മേജർ ട്രിവാൻഡ്രം സിറ്റിയുടെ നടുക്ക് ഒരു ഹോസ്പിറ്റൽ വരണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എത്ര കോടി രൂപ മുടക്കിയാണ് ട്രിവാൻഡ്രം സിറ്റിയുടെ നടുക്ക് ഒരു സ്പേസ് വാങ്ങിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ നമ്മൾ ബിൽഡപ്പ് ഏരിയയ്ക്കും കൊടുക്കുന്ന ഒരു പൈസ മുടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ പൈസ എവിടുന്ന് മുതലാക്കണം, അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ എക്സ്പെൻസ്, എവിടെയെങ്കിലും അത് ആ എക്സ്പെൻസും റിഫ്ലക്ട് ചെയ്യണം. എന്ന് പറയുന്ന പോലെ ഹോസ്പിറ്റലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡ് അലോൺ ഡയഗ്നോസിസ് സെൻ്ററിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. വി ആർ മച്ച് എഫിഷ്യൻറ്റ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് അതനുസരിച്ചായിരിക്കും, നമ്മുടെ ഡയഗ്നോസ്റ്റിക്സിൻ്റെ രീതി സ്റ്റാഫിങ് അതേപോലെ ആയിരിക്കും, സ്റ്റാഫിങ് അതിനായിട്ട് ട്യൂൺഡ് ആയിരിക്കും. ഹോസ്പിറ്റലിൻ്റെ എല്ലാ കാര്യങ്ങളും ട്യൂൺ ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് സൈഡിലായിരിക്കും ട്യൂൺ ചെയ്തിരിക്കുന്നത്, എഫിഷ്യൻസി ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ കോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. ഇപ്പോൾ റോന്ദന പറഞ്ഞു ഒരു പെർസെൻറ്റേജ് ഓഫ് യുവർ റവന്യൂ കംസ് ഫ്രം ഹോസ്പിറ്റൽസ്, അതുപോലെ ഡോക്ടേഴ്സിൻ്റെ റെഫറൽസ്, അതുമല്ലാതെ വാക്ക് ഇൻ പേഷ്യൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ഡോക്ടേഴ്സിന്റെ ത്രൂ വരുന്നതാണോ അതോ വാക്കിൻസ് ആണോ ഒരു ഹയർ? 60-70% ഇപ്പോഴും ഡോക്ടേഴ്സ് തന്നെയാണ്. ഓക്കെ, ഡോക്ടേഴ്സ് ആണ് നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നത്. പേഷ്യൻറ്റിന് നമ്മളെ അറിയാം. അതെ, ഓക്കെ, അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. മെട്രോ സ്കാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വേണ്ടത് എവിടെ ആരോട് ചോദിച്ചാലും, ഇപ്പോൾ ഒരു ഓട്ടോ കയറിയിട്ട് മെട്രോ സ്കാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് മെട്രോ സ്കാൻസ് കൊണ്ടുപോയിടും. അപ്പോൾ പേഷ്യൻസ് നമ്മളെ അറിയാം. തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് അത് സജസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് പോയി ചെയ്തോ എന്ന് ഇപ്പോൾ പലരും അങ്ങനെ പറയാറുള്ളൂ. മനസ്സിലായി. നമ്മുടെ പേരെടുത്ത് പറയാറൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ നല്ലൊരു സ്ഥലത്ത് ചെയ്തോ എന്ന് പറയുമ്പോൾ ദേ വിൽ റെക്കഗ്നൈസ്. മെട്രോ സ്കാൻസ് മതിയോ എന്ന് ചോദിക്കാറുണ്ട്, അവർ വരാറുണ്ട്. വാക്കിൻ തീർച്ചയായിട്ടും വി ആർ ഡൂയിങ്. വാക്കിൻസും നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി ആ ഒരു കസ്റ്റമർ ബേസിനെ നിങ്ങളായിട്ട് ജനറേറ്റ് ചെയ്യുന്നത് ഒരു റിക്വയർമെന്റ് ആണ്. അപ്പൊ അതിനായിട്ട് വാട്ട് ഓൾ സ്റ്റെപ്സ്? നമ്മൾ സോഷ്യൽ മീഡിയ ആണ് ഒരു പരിധി വരെ ചെയ്തു നോക്കുന്നത്. പിന്നെ ക്യാമ്പ്സ് നടത്താറുണ്ട്. ഞാൻ പറഞ്ഞില്ല, 60-70% പേഷ്യൻസ് ഒരിക്കൽ നമ്മളവിടെ വന്നായിരിക്കും. അപ്പോൾ അവർക്കറിയാം ഓക്കെ റിസൾട്ട്സ് വൈസ് മെട്രോ സ്കാൻസിൻ്റെ നല്ലതാണ്, വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയാം. അപ്പം ദേ കം
ലൈക്ക് വേർഡ് ഓഫ് മൗത്ത് തന്നെ. അല്ലാതെ ഒരു ആഡ്സിലോട്ടൊന്നും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ എത്ര ആഡ് ചെയ്താലും ആളുകൾക്ക് വിശ്വാസം വരണമല്ലോ, ലൈക്ക് ട്രസ്റ്റ് ആണല്ലോ ഇതിന്റെ അകത്ത് എല്ലാം ഇത്. പക്ഷേ വി ഡു ആഡ്സ്, വി സ്പെൻഡ് ഓൺ ദാറ്റ്. കാരണം ഈ അടുത്തെങ്കിലും മറ്റേ റേഡിയോയിൽ കാണല്ലേ മെട്രോ സ്കാൻസ് അത് കേട്ടിട്ട് കുറെ ഓരോ വർഷം ഓരോന്ന്. ലൈക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ കൂടുതലും ടി വി ആഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ന്യൂസിൽ ടി വി ആഡ്സ് നമ്മൾ ലിവർ ഇലാസ്റ്റോഗ്രഫിയെ ബേസ് ചെയ്ത് നമ്മളൊരു 3 ആഡ് ന്യൂസ് ചാനൽസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് വാസ് വെരി എഫക്റ്റീവ്. അത് മോർ ഓഫ് ലൈക്ക് ഇൻഫോർമേറ്റീവ് ആണ്, അവയർനെസ് ക്യാമ്പയിൻസ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പം നമ്മുടെ അടുത്ത് വരണം എന്നുള്ളതല്ല, ഇത് ഫാറ്റി ലിവർ ഇന്നത്തെ കേരള സമൂഹത്തിൽ വലിയൊരു കൺസേൺ ആണ്. ഇപ്പോൾ ഔട്ട് ഓഫ് ഓൾ ദി ടെസ്റ്റ് മെട്രോയിൽ ചെയ്യുന്ന എല്ലാ സ്കാൻസ് ആയിക്കോട്ടെ, MRI ആയിക്കോട്ടെ, ടെസ്റ്റ് ആയിക്കോട്ടെ, അതിൽ ലെറ്റ്സ് ടേക്ക് വൺ, ഏതെങ്കിലും ഒരു ടെസ്റ്റ്, ഒരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് ബില്ലിംഗ് ടെസ്റ്റ് ഏതായിരിക്കും അത്? ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബില്ല് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റുകളാണ്. ബ്ലഡ് ടെസ്റ്റും അൾട്രാസൗണ്ടും ആണ് നമുക്ക് നമ്പേഴ്സിൽ. ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ഏതായിരിക്കും? ഇപ്പം വൈറ്റമിൻ ഡി ഒക്കെ നല്ല എക്സ്പെൻസീവ് ടെസ്റ്റുകളാണ്. വൈ ഇസ് ദിസ് പെർട്ടിക്കുലർ ടെസ്റ്റ് എക്സ്പെൻസീവ്? അതിന്റെ ഒരു ബ്രേക്കപ്പ് ഒന്ന് തരാം. നമ്മളിപ്പോൾ ഇത് കാണേണ്ടത് 2 രീതിയിലാണ്. ഇതിനെല്ലാം ഒരു റിയേജന്റ് കൺസെപ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റിയേജന്റ് കണ്ടുപിടിക്കുന്ന ഒരു കമ്പനി ആയിരിക്കും. ഫാർമസ്യൂട്ടിക്കൽസ് പറയുന്ന പോലെ തന്നെ ഈ റിയേജന്റ് കണ്ടുപിടിക്കുന്ന ഒരു കമ്പനി ആയിരിക്കും. ആ കമ്പനി വർഷങ്ങളായിട്ട് പൈസ മുടക്കി R&D ചെയ്ത് കണ്ടുപിടിക്കുന്ന അവരുടെ ഒരു പേറ്റന്റ് ഉണ്ടായിരിക്കും. ഈ റിയേജന്റ് വേൾഡിൽ എത്ര പേർക്ക് ഇത് ഉപയോഗം വരുന്നു എന്നുള്ളത്. ഇപ്പം നമുക്ക് കോവിഡ് തന്നെ എക്സാമ്പിൾ എടുക്കാം. കോവിഡ് നമ്മൾ ഈ റിയേജന്റ് ഫസ്റ്റ് കണ്ടുപിടിച്ച് റിയേജന്റ് ഇംപ്ലിമെന്റ് ചെയ്ത് ആദ്യമേ വരുന്ന സമയത്ത് ഇതിന് റിയേജന്റ് തന്നെ 1500-2000 രൂപ വിലയുണ്ട്. അന്നാണ് ഗവൺമെൻറ് 2500 രൂപ വാങ്ങിക്കാവുള്ളതെന്ന് പറയുന്നത്. നമുക്ക് വരുന്ന റിയേജന്റ് 2000 രൂപ വില ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരുപാട് പേർക്ക് ആവശ്യം വന്നപ്പോൾ ഇതിൻ്റെ വോളിയൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹയർ വോളിയത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ബാക്കി മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികളെല്ലാം ഇത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ റേറ്റ്സ് കോമ്പറ്റീറ്റീവായിട്ട് കുറഞ്ഞു. അറ്റ് ദ എൻഡ് ഗവൺമെൻറ് 500 രൂപയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് റിയേജന്റ് വാസ് ലൈക്ക് 150-160 ആ റേഞ്ചിലാണ് നമുക്ക് റിയേജന്റ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വോളിയം കുറവാണ്. ഇപ്പോൾ റിയേജൻ്റെ റേറ്റും പതുക്കെ കൂടി തുടങ്ങി. റിയേജൻ്റെ റേറ്റ് കൂടിയെന്നത് മാത്രമല്ല ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റത്തില്ല. മറ്റേത് ഡെയിലി 500 പേഷ്യൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 2 സ്റ്റാഫിൻ്റെ എക്സ്പെൻസ് അതിൽ നിന്ന് എടുക്കായിരുന്നു. ഇന്നിപ്പോൾ ആകെ 2 പേഷ്യൻ്റിന് വേണ്ടി ആ സ്റ്റാഫ് 4 മണിക്കൂർ മെനക്കെടുക്കുമ്പം അതിൻ്റെ സ്റ്റാഫ് എക്സ്പെൻസ് തന്നെ 500 രൂപയ്ക്ക് മുകളിൽ. അപ്പം ഇപ്പോൾ അതുകൊണ്ട് ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാം. ഇപ്പോൾ സോ എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ വോളിയം. വൈറ്റമിൻ ഡി പണ്ട് എക്സ്പെൻസീവ് ആയിട്ട്, തൈറോയ്ഡ് ആയാലും സെയിം. തൈറോയ്ഡ് പണ്ട് ചെയ്യണമെങ്കിൽ ബോംബെയിൽ കൊടുത്തു വിടണമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ലോ. ഇന്നിപ്പോൾ എല്ലാ രാവിലെ തൊട്ട് വൈകിട്ട് കിട്ടും. അപ്പം അത്രയും റിയേജന്റ് വരുന്നുണ്ട്. കമ്പനീസ് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് തൈറോയ്ഡ് ടെസ്റ്റ് റേറ്റ് കുറച്ച് തരാൻ വേണ്ടി എന്നുള്ള രീതിയിൽ. അപ്പം വി ഗെറ്റ്. പക്ഷേ ഇനിഷ്യലി പൊതുവെ റിയേജന്റ് പ്രൈസിനെക്കാട്ടും ഒരു 3 times 4 times ഒക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കണ്ടിടത്തോളം നമ്മളിപ്പോൾ ഇന്ന് ബ്ലഡ് കൊടുത്തിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടുന്ന ടെസ്റ്റ് യൂഷ്വലി ഓൺ ദ മോർ എക്സ്പെൻസീവ് സൈഡ്. വൈ ഇസ് ദാറ്റ്? ഞാൻ പറഞ്ഞില്ല, അത് വോളിയം ഇവിടെ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ ഈ 2-3 days എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ബാംഗ്ലൂരോ ബോംബെയിലോ പോകാൻ വേണ്ടി. കമ്മ്യൂട്ടാണ്. ഐസ് പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. അതിന്റെ സ്റ്റെബിലിറ്റി കീപ്പപ്പ് ചെയ്യണം. എല്ലാ ടെസ്റ്റും മിക്കാറുള്ളതെല്ലാം ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 5 ടെസ്റ്റ് വേണം, 10 ടെസ്റ്റ് വേണം. അപ്പോൾ ഇതൊക്കെ റെയർ ടെസ്റ്റ് ആണെങ്കിൽ ആ ബാച്ച് 10 ടെസ്റ്റിന്റെ ബാച്ച് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ബാച്ച് 5 ടെസ്റ്റ് വെച്ച് ചെയ്താൽ ഈ 10 ടെസ്റ്റിന്റെ റിയേജന്റ് എടുക്കും. അപ്പോൾ ആ എക്സ്പെൻസ് കൂടും. അതായത് ഇരട്ടി റേറ്റ് ആവും നമ്മുടെ എക്സ്പെൻസ്. അപ്പോൾ ദീസ് തിങ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ഷെഡ്യൂളിലാണ് ഇത് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 ദിവസം ചെയ്യണോ, ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യണോ? ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് വോളിയം വി ആർ ആസ് എ സെന്റർ വി ആർ ഗെറ്റിംഗ്. ആ ടെസ്റ്റിന് എത്ര നമ്പർ ഓഫ് ടെസ്റ്റ് കിട്ടുന്നു എന്നുള്ളതനുസരിച്ച്. ഹാവ് യു എവർ തോട്ട് ഓഫ് അതർ തിങ്സ്? അതായത് ഈ ടെസ്റ്റിങ്ങിനും ഡയഗ്നോസ്റ്റിക്സിനും പുറമെ കാരണം എപ്പോഴും ഹെൽത്ത് കെയർ സെക്ടർ ഏത് സെക്ടർ ആയിക്കോട്ടെ അങ്ങനെ സ്ലോലി ഒരു 1 curve ഓഫ് ഗ്രോത്ത് അതുമാണ് പുതിയ റവന്യൂ മോഡൽസ് അല്ലെങ്കിൽ പുതിയ ഏരിയാസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. അങ്ങനെ എപ്പോഴേലും ഒരു ഫാർമസ്യൂട്ടിക്കലിലോട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യണമെന്നോ? ഫാർമസി നടത്തുന്നുണ്ട്. സോ വി ആർ ഹാവിങ് എ സെന്റർ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിനകത്ത് വി ആർ ഹാവിങ് എ ഫാർമസി ഔട്ട്ലെറ്റ് ആൻഡ് സർജിക്കൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. വേറെ ലൈക്ക് എന്തായാലും അതൊരു അതൊരു സെപ്പറേറ്റ് വെർട്ടിക്കൽ തന്നെയാണ്. അത് ഇതുമായിട്ട് ക്ലബ് ചെയ്യേണ്ട. കാരണം പേഷ്യൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് ടെസ്റ്റിംഗ് കാണും, അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ കുറേ മരുന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. സോ ഫാർമസി ഈസ് എ ഗുഡ് അഡീഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഡോക്ടർ കൺസൾട്ടേഷൻസ്, സിംഗിൾ പ്രാക്ടീസ് ക്ലിനിക്സ് നല്ലൊരു അഡീഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ദീസ് തിങ്സ് ആർ. പക്ഷേ അതൊന്നും ഈ പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് ഡയഗ്നോസിസ് സെൻ്ററിനെ സംബന്ധിച്ച് അതാണ്
അത് അതിൻ്റെ രീതി പോവുക. അതിൻ്റെ രീതി അല്ല ഇതിൻ്റെ രീതി. ഫാർമസിയിൽ നമ്മൾ സ്റ്റോക്ക് നോക്കണം, അതിൻ്റെ എക്സ്പയർ ചെയ്ത് നോക്കണം, അതിൻ്റെ റെഗുലേഷൻസ് വേറെ ഉണ്ട്, ഫാർമസിസ്റ്റ് വേണം. അത് കംപ്ലീറ്റ്ലി എൻറ്റയർ വേറെ ഫീൽഡാണ്. മറ്റേത് കംപ്ലീറ്റ്ലി സർവീസ് സെക്ടറാണ്. അവിടെ ഈ പറയുന്ന പോലെ സ്റ്റോക്കല്ല മേജർ എക്സ്പെൻസ്. അവിടുത്തെ വേറെ രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ അതും ഇതും തമ്മിൽ ക്ലബ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് രണ്ടും എഫിഷ്യൻ്റ് ആയിട്ട് ഓടുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഇഫ് ഇറ്റ് സക്സസ്ഫുൾ ദെൻ വി വിൽ ക്യാരി ഫോർവേഡ്. നമ്മളിപ്പോൾ ഒരു സീരീസ് ഓഫ് ടെസ്റ്റ് എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഒരു ഡോക്ടർ നമുക്കൊരു 10 ടെസ്റ്റ് എഴുതി തരുന്നു. അതിനകത്ത് ഡിഫറെൻറ്റ് ടെസ്റ്റിന് എപ്പോഴും ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ്. എന്നാൽ ഒരു സാധാരണക്കാരൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതേ ബ്ലഡ് തന്നെയല്ലേ എടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാ ഈ ഡിഫറെൻറ്റ് കാര്യങ്ങൾക്ക് ഡിഫറെൻറ്റ് റേറ്റ്സ്? എങ്ങനെയാണ് ഒരു ടെസ്റ്റിന് നിങ്ങൾ റേറ്റ്സ് ഫിക്സ് ചെയ്യുന്നത്? നമ്മളിപ്പം ബ്ലഡ് എടുത്തിട്ട് ബ്ലഡിൻ്റെ അകത്ത് നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്യും. ഇപ്പോൾ ഈ കെമിക്കൽസിനെയാണ് റിയേജൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ വൈറ്റമിൻ ഡി എന്നൊരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് വൈറ്റമിൻ ഡിയുടെ റിയേജൻ്റ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഡിയുടെ റിയേജൻ്റ് കെമിക്കൽ ആഡ് ചെയ്യുമ്പോൾ ആ കെമിക്കൽ നമ്മുടെ ബ്ലഡിലുള്ള വൈറ്റമിൻ ഡിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അത് അറ്റാച്ച് ചെയ്യുന്നതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് മെഷർ ചെയ്തിട്ടാണ് ആക്ച്വലി ലാബിൻ്റെ മെഷീൻ അതിൻ്റെ വാല്യൂ എത്ര എന്നുള്ളത് സെൻസ് ചെയ്യുന്നത്. ഗ്ലൂക്കോസിന് വേറെ കെമിക്കൽ ആഡ് ചെയ്യണം, കൊളസ്ട്രോളിന് വേറെ കെമിക്കൽ ആഡ് ചെയ്യണം. അപ്പോൾ എവറി ടെസ്റ്റ് അതിൻ്റെ റിയേജൻസ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ വൈറ്റമിൻ ഡി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചോ. ഓക്കെ, വൈറ്റമിൻ ഡി വാസ് ഏർലിയർ നോട്ട് പോപ്പുലർ. അപ്പോൾ അതിൻ്റെ റിയേജൻ പ്രൈസും അതിൻ്റെ ലോജിസ്റ്റിക്സും അന്ന് ആര് ചെയ്യുന്നു എന്നുള്ളത് വെച്ചാണ് പൊതുവെ പ്രൈസ് ഡിസൈഡ് ആയിരിക്കുന്നത്. പക്ഷേ ഇന്ന് അത് പോപ്പുലറാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസിങ്സ് താഴെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും ഡീവിയേഷൻ. പക്ഷേ എന്നാലും നേരത്തെ 1200, 1300, ഞങ്ങൾ തന്നെ 1300, 1400 വാങ്ങിച്ചുകൊണ്ട് എടുത്തുകൊണ്ടിരുന്നു. ഇപ്പം 1000 രൂപയായിട്ട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ റിയേജൻ്റെ റേറ്റ് കുറയുന്നതുകൊണ്ടാണ്. കാരണം എനിക്ക് ആദ്യമേ കിട്ടിക്കൊണ്ടിരുന്നത് 500-600 രൂപ റേഞ്ചിലാണ്. ഇപ്പോൾ അത് 300, 375 അല്ലെങ്കിൽ 400 രൂപ റേഞ്ചിലായിരിക്കും ഇപ്പം കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് വേറെയും ഉണ്ട്. ചിലപ്പം ചില ടെസ്റ്റുകൾ നമ്മൾ 2 വട്ടം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ മെഷീനിൽ ഇത്ര വാല്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ വാല്യൂവിൻ്റെ മുകളിൽ വൈറ്റമിൻ ഡി ഒക്കെ, എസ്പെഷ്യലി വൈറ്റമിൻ ഡിയിൽ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് കേസ് കണ്ടുപിടിച്ചത് ഇതേപോലെ 2 വട്ടം ചെയ്താലേ ഒരു പേഷ്യൻറ്റിന് റിസൾട്ട് കൊടുക്കാൻ, കറക്റ്റ് വാല്യൂ റിസൾട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 വട്ടം ചെയ്ത് കൊടുക്കേണ്ടി വരും, കാരണം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിയേജൻ്റ് ഒരിക്കലും സിംഗിൾ പ്രൈസ് ചെയ്യാൻ പറ്റില്ല. ഡബിൾ പ്രൈസിൽ നമുക്ക് റിയേജൻ അല്ലെങ്കിൽ ഒരു 1.5 റേറ്റെങ്കിലും ഇടണം. എല്ലാവർക്കും ചെയ്യേണ്ട, പക്ഷേ ഒരു 30-40% ഓഫ് ദ പേഷ്യൻസ് നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടി വരുന്നുണ്ട്. അപ്പം നമ്മളത് 1.5 അല്ലെങ്കിൽ എന്താണോ നമുക്ക് കിട്ടുന്ന റിയേജൻ പ്രൈസ് ഇൻറ്റു 1.6 ചെയ്തിട്ടാണ് നമ്മുടെ ബേസ് റിയേജൻ പ്രൈസ് കാൽക്കുലേറ്റ്. ദെൻ കംസ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്, അതിൻ്റെ പിന്നെ പൊതുവെ മാർക്കറ്റ് റേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. മാർക്കറ്റിലെ ഈ മാർക്കറ്റ് റേറ്റ്സിന്റെ കാര്യം പറയുമ്പോഴും ഞാൻ പേര് പറയുന്നില്ല, ബട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ചില ലാബ്സ് ഉണ്ട് വിച്ച് ആർ ഗിവിങ് ഇതേ ടെസ്റ്റുകൾ തന്നെ ഡേർട്ട് ചീപ്പ് പ്രൈസസിലാണ് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ കണ്ടിടത്തോളം അവരുടെ റിപ്പോർട്ട്സ്, ഇപ്പോൾ എൻ്റെ പേഷ്യൻസ് തന്നെ ഈ പെർട്ടിക്കുലർ ലാബിലെ റിപ്പോർട്ട്സ് കൊണ്ടുവരുമ്പോഴേക്കും ഇതിൻ്റെ യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പെട്ടെന്ന് വി ഹാവ് ടു സോർട്ട് ഓഫ് റീകൺസിഡർ. നമ്മളത് ഇൻഫർ ചെയ്യുന്ന സമയം തന്നെ കുറച്ച് കൂടുതലാവും. വൈ ആർ ദേ ഏബിൾ ടു ഗിവ് ഇറ്റ് അറ്റ് സച്ച് എ ലോ? ഞാൻ പറഞ്ഞില്ലേ, ഇത് കോമ്പറ്റീറ്റീവ് വേൾഡ് ആണല്ലോ. അപ്പോൾ കോമ്പറ്റീറ്റീവ് വേൾഡ് എന്ന് പറയുമ്പോൾ ഓരോ കമ്പനികളും ഓരോ റിയേജൻ്റ് ഇറക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നൗ ഇന്ത്യൻ കമ്പനീസ് ആർ കമ്മിങ് അപ്പ്, ബ്യൂട്ടിഫുൾ ഇന്ത്യൻ കമ്പനീസ് ആർ കമ്മിങ് അപ്പ് വിത്ത് ഗുഡ് റിയേജൻറ്റ്. നല്ല രീതിയിൽ റിയേജൻസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യണം. ഗവൺമെൻറ് ഓൾസോ പുഷിങ് ഇറ്റ്. പക്ഷേ ചില റിയേജൻസ് വരുന്നത് പറഞ്ഞാൽ വെളിയിൽ നിന്ന് ഈ റിയേജൻറ്റ് വരും, ഇവിടെ വന്നിട്ട് അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടായിരിക്കും പാക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യും. ആ റിയേജൻ്റെ കോൺസെൻട്രേഷൻ വെദർ ദീസ് കമ്പനീസ് ആർ കീപ്പിംഗ് അപ്പ്, അതോ ഇപ്പോൾ 10 രൂപ ലാഭത്തിന് വേണ്ടി ആ കോൺസെൻട്രേഷൻ കുറച്ചോ എന്നുള്ളതനുസരിച്ച്. അപ്പോൾ നമ്മൾ കറക്റ്റ് കമ്പനി ചൂസ് ചെയ്ത് കറക്റ്റ് അവരുടെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉണ്ടാക്കുന്ന റിയേജൻസ് ആണെങ്കിൽ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അത് ഞങ്ങൾക്ക് വളരെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന മെഷീനറിയുടെ ബ്രാൻഡ് ഭയങ്കര റിലേറ്റഡ് ആണ്. ഇതേ സ്ഥലത്ത് ചൈനയിൽ നിന്ന് ഒരു അൺബ്രാൻഡഡ് 100-200 മെഷീൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചൈനയിൽ നിന്ന് തന്നെ റിയേജൻറ്റ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ലോക്കലായിട്ട് വേറെ ഏതെങ്കിലും റിയേജൻറ്റ് വാങ്ങിച്ച് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ദീസ് തിങ്സ് മാറ്റർ. അത് എൻ്റെ അഫക്റ്റ് ചെയ്യുന്നത് പേഷ്യൻ്റെ റിസൾട്ടിനായിരിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് കോസ്റ്റ് ലാഭിക്കാം. പക്ഷേ അതല്ല, ഞങ്ങൾ ഉപയോഗിക്കുന്നത് ജർമ്മൻ മെയ്ഡോ അല്ലെങ്കിൽ യൂറോപ്യൻ മെയ്ഡോ അല്ലെങ്കിൽ ജാപ്പനീസ് മെയ്ഡോ ആയിട്ടുള്ള മെഷീനറിയാണ്. അവർക്ക് അവരുടേതായ മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. അല്ലെങ്കിൽ CE സർട്ടിഫൈഡ് അല്ലെങ്കിൽ അമേരിക്കൻ FDA സർട്ടിഫൈഡ് മെഷീനറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ദിസ് ഇസ് ഓൾസോ സംതിങ് ദാറ്റ് ഈ പറഞ്ഞോട്ട് കോമൺ മാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻസ് എന്തിനാണ് ഓരോ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്നത്. അതായത് അതിൻ്റെ ഒരു റിസൾട്ടിൻ്റെ ഔട്ട്കം, അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റിയും അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റിയും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന കാര്യങ്ങളെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം
പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ കൺസ്യൂമർ മെന്റാലിറ്റി ഹൗഎവർ എന്തുവാ, സെയില് അല്ലെങ്കിൽ പ്രൈസ് ഓഫ്, എല്ലാവരും ഇത് പ്രൈസിന്റെ എല്ലാവരും പ്രൈസ് നോക്കുന്നത്. ഇപ്പോൾ ഞാനതാ പറഞ്ഞത്, NABL അക്രഡിറ്റേഷൻ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് പേർക്ക് അവെയർ അല്ല. NABL അക്രഡിറ്റഡ്, NABH അറിയാം. അതെ, ലാബിന്റെ എല്ലാ കേസിൽ അതെ, എല്ലാ ഹോസ്പിറ്റൽസിലും എഴുതി വെച്ചേക്കുന്നുണ്ട്. പക്ഷേ NABL എന്ന് പറഞ്ഞാൽ ലാബിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റിയാണ്. അവർ എല്ലാ കാര്യങ്ങളും നമ്മുടെ മാൻ പവർ സ്കില്ല്, നമ്മുടെ റിയേജൻസ്, നമ്മുടെ മെഷീനറി, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് അവരൊരു സർട്ടിഫിക്കേഷൻ തരുന്നത്. അവർ ആ സർട്ടിഫിക്കേഷൻ തരണമെങ്കിൽ വി ഹാവ് ടു ഡു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒതൻറ്റിസിറ്റി ഒരിക്കലും അത് ചെയ്യാത്ത ഒരു ലാബിന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കാരണം അത് മിനിമം അതെടുക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്, കുറേ സ്റ്റാൻഡേർഡ്സ് വി ഹാവ് ടു മീറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദീസ് തിങ്സ് മാറ്റേഴ്സ്. അതുകൊണ്ട് മെഷീനറി മാറ്റേഴ്സ്, റിയേജൻ്റ് എവിടെ മാനുഫാക്ചർ ചെയ്യുന്നതും ഡു മാറ്റേഴ്സ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ ചെയ്യുന്നവർ വൃത്തിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവൻ ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് വി ഹാവ് ടു ഗീവ് ദ പ്രൈസ് ഫോർ ദാറ്റ്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഓക്കെ, ഇങ്ങനത്തെ ഒരു എറർ പോസിബിലിറ്റിയും ഞങ്ങളുടെ ബിസിനസ്സിലുണ്ട്. അപ്പൊ അത് ചെയ്യാതെ റിസൾട്ട് വരുന്നൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലായി. അതൊന്നും പക്ഷേ പറയുന്നില്ല. ദിസ് ഇസ് വൺ തിങ്. ഇതുപോലെ വേറെ ഈ പറഞ്ഞോട്ട് ട്രബിൾ ഷൂട്ട് ഏരിയാസ് എന്താണ് നിങ്ങളുടെ ഇത് ഈ സാമ്പിൾസ് എല്ലാം നിങ്ങൾ ഇവിടെ പല സിറ്റീസിലേക്ക് കൊണ്ടുപോകും. ഇതിൻ്റെ ടെമ്പറേച്ചർ ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നു? ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവിടെ ഇത് എങ്ങനെയാണ് പോകുന്നതെന്നും പലപ്പോഴും അറിയാൻ പറ്റില്ല. കഴിവതും ഈ കപ്പാസിറ്റി ചെയ്യാൻ, ആ ടെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെൻറ്ററിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായി. ഇപ്പം നമ്മളൊരു കളക്ഷൻ സെൻറ്ററിൽ എടുക്കുന്നതിനെക്കാട്ടും നല്ലത് അത് ലാബ് എടുത്ത് തന്നെ കൊടുക്കുന്നതാണ്. കാരണം ഇറ്റ് റെഡ്യൂസസ് ദ ടൈം ഓഫ് ട്രാൻസിറ്റ്. ആ ട്രാൻസിറ്റിൽ നമ്മുടെ ബ്ലഡിൽ ചേഞ്ചസ് വരാം. അപ്പം എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുള്ളത് ഓരോ ടെസ്റ്റ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ നമ്മൾ എല്ലാ ടെസ്റ്റിനും ഒരു ചേഞ്ചും വരില്ല എന്ന് വിചാരിക്കരുത്. ചില ടെസ്റ്റുകൾക്ക് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളൊരു ലാബിൽ പോയി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നതാണ് അത് എപ്പോഴും നല്ലത്. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്, പക്ഷെ എപ്പോഴെങ്കിലും ഒരു ഹ്യൂജ് ഹേർഡിൽ ക്രോസ് ചെയ്തേണ്ടി വന്നിട്ടുണ്ടാവും? കോവിഡ് വാസ് എ ഹേർഡിൽ. കോവിഡ് റിയലി? മെഡിക്കൽ സെക്ടറിൽ ഇരുന്നിട്ടും? മെഡിക്കൽ സെക്ടറിൽ കോവിഡ് രണ്ട് രീതിയിലായിരുന്നു. ഒന്ന്, ഞാൻ ആക്ച്വലി പ്രീ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയാൻ, ലൈക്ക് ഐ ഇൻവെസ്റ്റഡ് ഇൻ എ മോളിക്കുലർ ലബോറട്ടറി മച്ച് ബിഫോർ കോവിഡ്. അപ്പോൾ അന്ന് മെഷീൻ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് കാരണം സാമ്പിൾ വൺസ് ഇൻ എ വൈലേ വരത്തുള്ളൂ. അപ്പം സിംഗിൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീനിലാണ് ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തത്. ഐ ഓൾറെഡി ഇൻവെസ്റ്റഡ്. കോവിഡ് വന്ന സമയത്ത് വി ഹാഡ് എ പ്രോബ്ലം, ലൈക്ക് അത് തന്നെ ആ മെഷീൻ തന്നെ ഉപയോഗിക്കണോ, സിംഗിൾ ടെസ്റ്റ് ആയിട്ടുള്ള. പക്ഷേ സിംഗിൾ ടെസ്റ്റിനുള്ള പേഷ്യൻ്റ് അല്ല വരുന്നത്, 1000-500 പേഷ്യൻ്റാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കോവിഡ് വരുന്നതിന് മുമ്പ് ഈ മോളിക്കുലറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് ട്രിവാൻഡ്രത്ത് RGCB, രാജീവ് ഗാന്ധിയുടെ RGCB മാത്രമേ ഇവിടെ മോളിക്കുലർ ലാബ് റൺ ചെയ്യുന്നുള്ളൂ. അപ്പം അന്ന് ഞാൻ അവിടെ ഇതിന് പോയിട്ടുണ്ട്, സാർ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ എടുക്കാൻ വേണ്ടി ഇൻഫർമേഷൻ അറിയാണ്ട് അവിടുത്തെ ആളുകളായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അന്ന് അത് ലൈക്ക് ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ട്രെയിൻഡ് സ്റ്റാഫ് ഇവിടെ ഇല്ല, കേരളത്തിൽ അവൈലബിൾ അല്ല. നമ്മുടെ മൈക്രോബയോളജിസ്റ്റിനും പലരും ഇതിന് ട്രെയിനിങ് അണ്ടർഗോ ചെയ്തിട്ടില്ല. കാരണം ഇതൊരു ന്യൂവർ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. അപ്പോൾ കോവിഡിന് പിന്നെ ഒരു ഹഡിലുണ്ട്. വെദർ കോവിഡ് പേഷ്യൻറ്റിനെ നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ലബോറട്ടറി അല്ല, വി ആർ റേഡിയോളജി. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര MRLലും CTയിലുമാണ് നമ്മൾ ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കോവിഡ് പേഷ്യൻറ്റിനെ ഞാൻ ഒരു സ്ഥലത്ത് കയറ്റിയാൽ ഈ MRIയും CTക്കും വരുന്ന പേഷ്യൻറ്റിനെ ഞാൻ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും? അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിനേരിയോ ആണ്. അപ്പം വി ജസ്റ്റ് തോട്ട് ലൈക്ക് കോവിഡ് അവിടെ നിൽക്കട്ടെ, MRI CTയും പേഷ്യൻ്റ് വരട്ടെ, അവർക്ക് ഒരു സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോട്ടെ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരുപാട് സെക്ടേഴ്സിൽ ഈ AI ഇൻഫ്ലുവൻസ് കാരണം വർക്ക് ഫോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹ്യൂമൻ റിക്വയർമെന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇഷ്യൂ റോഹിന്റെ സെക്ടറിലും ഉണ്ടോ? ഡയഗ്നോസ്റ്റിക്സ് ഹെൽത്ത് കെയർ, ഞാൻ പറഞ്ഞല്ലോ, വൺ ഓഫ് ദ മോസ്റ്റ് ഇന്നോവേറ്റിംഗ് സെഗ്മെന്റ് ഹെൽത്ത് കെയർ ആണ്. നമ്മൾ ഇന്ന് കാണുന്ന ടെക്നോളജി ആയിരിക്കത്തില്ല നാളെ കാണുന്നത്. AI തീർച്ചയായിട്ടും നമ്മളിവിടെ വളരെ വലുതായിട്ടുണ്ട്. ഉള്ളി ചോദ്യം ഈ പറഞ്ഞ ഡോക്ടറിൻ്റെ റിപ്പോർട്ട് തെറ്റിയാൽ ഡോക്ടറിനെ നമുക്ക് ഹെൽത്ത് റെസ്പോൺസിബിൾ ആക്കാം. പക്ഷേ ഹൂ വിൽ അണ്ടർസൈൻ എന്നുള്ള ചോദ്യത്തിന് അക്കൗണ്ടബിലിറ്റി പോർട്ട് ഇതുവരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈസ് ലൈക്ക് ഇപ്പം ഒരു ചെസ്റ്റ് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മൾട്ടിപ്പിൾ ഓർഗൻസ് ഉണ്ട്. ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു ഓർഗനിൽ ഒരു ഡിസീസിനെ ഡിറ്റക്ട് ചെയ്യാൻ ട്രെയിൻ ചെയ്യാം. മൾട്ടിപ്പിൾ പോയിന്റ് ഫോക്കസ് ചെയ്യാൻ ട്രെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇറ്റ്സ് നോട്ട് ഇൻ ദാറ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ എന്നുള്ള ഒരു സ്റ്റേജിലാണ്. അപ്പം ഐ ഹാവ് സീൻ ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി വൺസ് ഒരു സോഫ്റ്റ്വെയർ കാണാറുണ്ട്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണാറുണ്ട്.
പക്ഷേ ഒന്നും നമുക്കൊരു ഒരു ഒരു എന്താ Dependable ആയിട്ട് പറയുക തോന്നി. ഡിപ്പെൻഡബിൾ ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് എന്നുള്ള രീതിയിൽ ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ഐ ഫീൽ ഗ്രേറ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ സെൻസ് ഐ ഹാവ് സീൻ സോഫ്റ്റ്വെയർസ് വെയർ നമ്മളിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് 120 സ്ലൈസ് CT ഉണ്ട്. സോ വിച്ച് വി ക്യാൻ അക്വയർ നമ്മുടെ ഹാർട്ടിൻ്റെ സ്റ്റാറ്റസ് കൊറോണറി ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റും. സോ ഒരു ഇൻ്റർവെൻഷൻ ഇല്ലാതെ കൊറോണറി ആൻജിയോഗ്രാം ചെയ്യാനും 120 സ്ലൈസ് CT ആണ് സ്റ്റാൻഡേർഡ്. നൗ സോഫ്റ്റ്വെയർസ് ആർ ദെയർ. നമുക്കൊരു 16 സ്ലൈസ് CTയിലോ 32 സ്ലൈസ് CTയിലോ എടുക്കാൻ പറ്റുന്ന ഒരു റോ ഇമേജിന് റോ ഡേറ്റ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ എക്സ്ട്രാപ്പൊളേറ്റ് ടു AI വെച്ച് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് ദേ വിൽ ഫൈൻഡ് ഔട്ട് വെദർ ഈ 128 തരുന്നതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് എത്തിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 80% ലെവലിൽ ദേ ക്യാൻ സജസ്റ്റ് അല്ലെ പ്രിഡിക്റ്റ് തിങ്സ് വെദർ യു ആർ ഹാവിങ് എ ബ്ലോക്ക് ഇൻ യുവർ ഹാർട്ട് ഓർ നോട്ട് എന്നുള്ള രീതിയിൽ ദർ ആർ സോഫ്റ്റ്വെയർസ്. ഈ സോഫ്റ്റ്വെയർസ് അപ്രൂവ് ആയി വരുന്നുണ്ട് ഇപ്പം, വിച്ച് ക്യാൻ ബി ക്ലിനിക്കലി യൂസ്ഡ് എന്നുള്ള രീതിയിൽ സോഫ്റ്റ്വെയർ ഐ സി. ഈ AI വരുന്നത് കൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഒബിയസ്ലി ഡോക്ടേഴ്സ് വിൽ ബി ഡൂയിങ് മോർ കേസസ് നൗ. രണ്ടാമത്തെ കേസിൽ AI വിൽ ബി പ്രെഡിക്റ്റിംഗ് ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പം എനിക്കിന്ന് ഷുഗർ കൂടുതലാണ്, നാളെ എത്ര വർഷം കഴിഞ്ഞ് എന്ത് പറ്റാൻ ചാൻസ് ഉണ്ട്, അല്ല ബാക്കി പാരാമീറ്റേഴ്സ് വെച്ച് ദേ വിൽ സ്റ്റാർട്ട് പ്രെഡിക്റ്റിംഗ്. അതുകൊണ്ട് ടേക്ക് കെയർ അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ വൈസ് എന്നുള്ള രീതിയിൽ നേരത്തെ ഇൻസൈറ്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ടെക്നോളജി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 16 സ്ലൈസ് 32 സ്ലൈസിൽ കൊറോണറി ഇത് ചെയ്യുമെങ്കിൽ ഇത് കൂടുതൽ ഡെമോക്രറ്റൈസ് ആവാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഹെൽത്ത് കെയർ അക്സസിബിലിറ്റി. ഇപ്പം ഈ പറയുന്ന പോലെ ടൗണിൽ ചെറിയൊരു ടൗണിൽ ഇരിക്കുന്ന ഒരാൾക്കും ഈ ട്രിവാൻഡ്രം പോലത്തെ ഒരു സിറ്റിയിലെ ഒരു ടെക്നോളജി അവിടുത്തെ ആളുകൾക്ക് അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ ഇത് ഡെമോക്രറ്റൈസ് ആവാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ആളുകൾക്ക് പ്രയോജനം വരട്ടെ എന്നതിനാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ടോക്കിംഗ് അബൌട്ട് അതർ സിറ്റീസ് ആൻഡ് തിങ്സ്, ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഇപ്പം ഒരു ക്വിക്ലി ഗ്രോയിങ് സിറ്റിയാണ്. ദെൻ ഓഫ് കോഴ്സ് ദർ ഇസ് കൊച്ചി ഓൺ ദി അതർ സൈഡ്. നിങ്ങളുടെ ബ്രാഞ്ചസ് തുടങ്ങുന്നത് ഏത് സിറ്റിയിലാണെന്ന് എന്ത് ബേസിസിലാണ് ഡിസിഷൻ എടുക്കുന്നത്? ട്രിവാൻഡ്രം ഞാൻ 15 ഇയേഴ്സ് ബിഫോർ അല്ലെങ്കിൽ 20 ഇയേഴ്സ് ബിഫോർ എൻ്റെ ഫാദർ ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വി യൂസ് ടു വർക്ക് അറൗണ്ട് ലൈക്ക് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഡിസ്ട്രിക്ട്സ് എല്ലാം നമ്മൾ അന്നും വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. കാരണം അന്ന് ട്രിവാൻഡ്രത്ത് മാത്രമേ ഈ ഫെസിലിറ്റി അവൈലബിൾ ഉള്ളൂ. ഈ പറയുന്ന കൊല്ലത്തുനിന്നും ആലപ്പുഴയിൽ നിന്നും ആളുകൾ ട്രാവൽ ചെയ്ത് ട്രിവാൻഡ്രത്ത് വരണം ഈ ഒരു ഡയഗ്നോസ്റ്റിക്സ് ചെയ്യണമെങ്കിൽ, CT/MRI ചെയ്യണമെങ്കിൽ. ഇന്നിപ്പോൾ എല്ലാവരുടെയും വീടിൻ്റെ മുറ്റത്തുണ്ടെന്ന് പറയുന്ന പോലെ രീതിയിൽ ഞങ്ങൾക്ക് തന്നെ ഒരു 7 MR ഉണ്ട്. അപ്പം എല്ലാവരുടെയും മുറ്റത്തുണ്ടെന്ന് പറയുന്ന പോലെ വി ആർ ദെയർ. ബട്ട് നമുക്ക് നമ്മുടെ സ്മോൾ മാർക്കറ്റ്സ് അറിയാം എവിടെയൊക്കെയാണ് എന്നുള്ളത്. അടുത്ത ഡെവലപ്പിംഗ് അപ്പോൾ ഇവിടെല്ലാം നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ഫീൽഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മാർക്കറ്റാണ് പോപ്പപ്പ് ചെയ്ത് വരുന്നതെന്ന് നമുക്ക് വി ഹാവ് എ സെൻസ്. ചിലപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലായിരിക്കും വരുന്നത്. അപ്പോൾ നൗ വി ഹാവ് മൾട്ടിപ്പിൾ വേ ടു എൻ്റർ എ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ചെയ്യുന്ന വി ഡു സെൻറ്റർ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്റ്റേറ്റ് ഓഫ് ആർട്ട് മെഷീൻ നമ്മൾ ട്രിവാൻഡ്രത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ മെഷീൻ വേറെ എവിടെയും, ഇവിടെ ഇരിക്കുന്ന മെഷീൻ മോശമായിട്ടല്ല. ഈ മെഷീൻ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ളത് പോലെ നമുക്ക് ഈ പറയുന്ന സ്മോൾ ടൗൺസിൽ നമ്മൾ പുഷ് ചെയ്യാറുണ്ടായിരുന്നു. നൗ ഇപ്പോൾ എല്ലായിടത്തും കോമ്പറ്റീഷൻ ഹൈ ആണ്. ലൈക്ക് വി ഹാവ് ടു ഇൻവെസ്റ്റ് എവറി ടൈം എന്നുള്ള രീതിയാണ്. ബട്ട് അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ കയറുന്നത്. വി ഡു സി പോപ്പപ്പ്. നമുക്കിവിടെ എല്ലാം നമ്മൾ വളരെ ഓർഗാനിക്കായിട്ട് വളരുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്ട്രെച്ച് ഉണ്ട്. നമ്മുടെ മാർക്കറ്റിംഗ് ടീം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻവലപ്പ് സ്ട്രെച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ പറഞ്ഞ കൊണ്ട് തന്നെ മെഡിക്കൽ സെക്ടറിൽ ഒരുപക്ഷെ വളരെ വളരെ ടച്ചി ആയിട്ടുള്ള കുറച്ച് കേസസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു സെക്ടറാണ് ഡയഗ്നോസ്റ്റിക്സ്, അല്ലേ? ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദ ക്രക്സ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, ഒരു ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോഴേക്കും. പക്ഷേ ഡെഫിനറ്റ്ലി കുറച്ച് ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഉള്ള കേസസും വരാറുണ്ടായിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് ഓർമ്മയുണ്ടോ? ഏറ്റവും വലിയ ലീഗൽ കേസസ് നമുക്കിപ്പം കംപ്ലയൻസസ് ഭയങ്കരമാണ്. ഓക്കെ, നമ്മളിപ്പം ഞാൻ എപ്പോഴും പറയും ഇത്രയും കംപ്ലയിൻസ് ഉള്ള ഒരു ഫീൽഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ലൈക്ക് നമുക്ക് ബോംബെയിലുള്ള അറ്റോമിക് എനർജിയുടെ പെർമിഷൻ തൊട്ട് ഇവിടുത്തെ പഞ്ചായത്ത് ലൈസൻസ് വരെ വേണം. അപ്പോൾ നമ്മളൊരു എക്സ്റേ ലാബ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ. ഈവൻ വി ഹാവ് അറൗണ്ട് 5-6 സ്റ്റാഫ് ഉണ്ട് കംപ്ലയിൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഈസ് എ ഇൻവെസിബിൾ കോസ്റ്റ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലല്ല ഈ ഇൻവെസിബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. കംപ്ലയിൻസ് മാത്രം ഓടിക്കാൻ നമുക്ക് സ്റ്റാഫിനെ വെക്കേണ്ട ഒരു സിനേരിയോ ആണ് ഉള്ളത്. സോ വി ഹാവ് വെരി മച്ച് റെഗുലേറ്റഡ് ഒരു ഫീൽഡാണ് നമ്മുടെ ഉള്ളത്. മേജറായിട്ടും റൂൾസ് പ്രോപ്പറായിട്ട് ഡിഫൈൻഡ് ആയിരിക്കത്തില്ല. അപ്പോൾ ഒരാൾക്ക് വന്ന് ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്രശ്നം. നമ്മുടെ സർവീസ് അത് ഇന്ന റൂള് പ്രകാരം എന്ന് പറഞ്ഞ് നമ്മളെ മുൾമുലയെ നിർത്താൻ എല്ലാവർക്കും പറ്റുമെന്നുള്ളതാണ് വിച്ച് ഐ ഫീൽ ഈസ് എ ഹ്യൂജ് റിസ്ക് ഫോർ ഒരു ബിസിനസ് എന്നുള്ള, ഹെൽത്ത് കെയർ ബിസിനസ് എന്നുള്ള രീതിയിൽ ആർക്ക് വേണമെങ്കിലും. ഏതെങ്കിലും ഒരു പേഷ്യൻ്റ്, പലപ്പോഴും ഈ പേഷ്യൻസ് ഇമോഷണലി ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിരിക്കും. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉള്ള സമയത്ത് ഇത് എല്ലാം ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ബ്ലോ അപ്പ് ആവാറുണ്ട്. അപ്പോൾ അന്നേരം
എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് മീൻസ് അതോറിറ്റീസ് വന്ന് ഇന്ന ലൂപ്പ് ഹോൾ ക്ലോസ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് കേസ് ഓർമ്മയുണ്ടോ? റീസെൻ്റ്ലി എനിക്കൊന്ന് ആലപ്പുഴയിൽ ഒരു കുട്ടിയുടെ ഒരു ഇൻസിഡൻറ്റിൽ 2 സ്കാനിങ് സെൻ്ററാണ് അവിടെ പൊട്ടിയത്. Okay. വിച്ച് ഈസ് ലൈക്ക് റീസണബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ഇതിൽ ബിസിനസ് ആണ്. ഇത് ഒരു സ്റ്റോറിക്ക് എസ്കേപ്പിസം പൂട്ടുക എന്നുള്ളതല്ല. അത് ഞാൻ പറഞ്ഞു. ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പം ആരും പിന്നീട് ചോദ്യം ചോദിക്കത്തില്ല എന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇതിനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല, വെദർ ഇത് റെസ്പോൺസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ട് നോക്കണം. അത് കഴിഞ്ഞിട്ടൊരു റെസ്പോൺസിബിൾ, അത് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഇതാണ് വേറൊരു ലീഗലി ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് പോസ്കോ കേസ്. വളരെ ചലഞ്ചിങ് ആണ്. ഐ ഹാവ് സീൻ കേസസ്. ഒരു 16 വയസ്സ് 17 വയസ്സുള്ള കുട്ടികൾ പ്രഗ്നൻ്റ് ആയിട്ട് നമ്മളോട് ഡിറ്റക്ട് ചെയ്യും. വി ആർ സപ്പോസ് ടു റിപ്പോർട്ട് ഇറ്റ് ടു പോലീസ്. മാൻഡേറ്ററി ആണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ പ്രേമിക്കുന്ന കുട്ടികൾക്കും ഇതറിയത്തില്ല, പേരൻസിനും അറിയത്തില്ല. അവരും അത് ഡിസ്കസ്, ഇവർ കുട്ടികളെന്താ ചെയ്തതെന്ന് അവർക്ക് പോലും മനസ്സിലാവാത്ത ഒരു സമയത്താണ് നമ്മൾ പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. പോലീസ് വന്ന് ഇത് തിരക്കുന്നതും എടുക്കുന്നതും ഒക്കെ. അപ്പം ലീഗലി അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിനേരിയോ ആണ്. എനിക്കറിയത്തില്ല ഇന്നത്തെ മോറലി ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമുക്കത് ആ കുട്ടികളുടെ ഭാവി ആയാലും നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആണ്. പക്ഷേ ലീഗലി വി ആർ ബൗണ്ട് ടു ഡു ഇറ്റ്. നമ്മൾ അറിയിച്ചേ പറ്റുള്ളൂ. ഒരു അഡ്വൈസ് കൊടുക്കുവാണെങ്കിൽ, now put in all the experience, okay, we know that you are very emotionally attached to it. അത് നമ്മൾ പലതവണ പറഞ്ഞു. ഇതല്ലാതെ വരും തലമുറയ്ക്ക് പ്രാക്ടിക്കൽ ആയിട്ട് what do you have to give them as an advice? എൻ്റെ മെയിൻ പ്രശ്നം വരും തലമുറയ്ക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല എന്നുള്ളത് തന്നെ. അല്ലെങ്കിൽ സീരിയസ്ലി പറയാം, ഇപ്പോൾ എൻ്റെ കസിൻസ് ഒക്കെ വന്നിട്ട് എന്ത് പഠിക്കണം ചേട്ടാന്ന് ചോദിക്കും. എന്ത് പഠിക്കാനേ എനിക്കറിയത്തില്ല. കാരണം ഒക്കെ വരുന്നതുകൊണ്ട് ഏത് ഫീൽഡാണ് സെക്യൂറായിട്ട് ഇരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളെ അവിടെ കാണുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ഫീൽഡ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ബട്ട് വരും തലമുറയോട്, ട്രിവാൻഡ്രത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള വരും തലമുറയോട് ഞാൻ പറയുന്നത്, നിങ്ങൾ വെളിയിലെങ്ങും പോകണ്ട. ബി ഇൻ കേരള, ഡൂ സം ബിസിനസ്, ട്രൈ ടു ഡൂ സം ബിസിനസ്. കാരണം ബിസിനസ്സിൻ്റെ 2 കാര്യങ്ങളുണ്ട്. വെൻ യു ആർ ഡൂയിങ് ബിസിനസ്, നിങ്ങൾക്ക് ബിസിനസ് എക്കണോമിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. യു ആർ ഡൂയിങ് സംതിങ് വിച്ച് ഈസ് പാഷൻ ഓഫ് യുവേഴ്സ്. നിങ്ങളുടെ പാഷനിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാഷൻ ഓഫ് യുവേഴ്സ്. രണ്ടാമത്തെ ഒരു കാര്യം, അടുത്ത തലമുറയ്ക്ക് ഇവിടെ നിൽക്കാനൊരു കാരണം കൂടി ബിസിനസ് ആവും. കാരണം എൻ്റെ ഫാദർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് തിരിച്ച് കേരളത്തിൽ വന്ന് നിൽക്കാനൊരു റീസൺ ആയത്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആയത്. വേറെ ഐ ക്യാൻ കം ബാക്ക് ടു ട്രിവാൻഡ്രം, അല്ലെങ്കിൽ കം ബാക്ക് ടു കേരള എന്നുള്ളത്. ഈ പറയുന്ന ബാക്കി ആരും ബിസിനസ് ചെയ്യാത്തവരുടെ മക്കൾക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ദേ ഹാവ് ടു ഫൈൻഡ് എ ജോബ്. ആ ജോബ് എവിടെ, ഈ വേൾഡിൽ എവിടെ ആയാലും പോയാലേ പറ്റത്തുള്ളൂ. ഡൂ ബിസിനസ്, മോർ ആളുകൾ ബിസിനസ്സിലേക്ക് വരട്ടെ. കൂടുതൽ നല്ല രീതിയിൽ ബിസിനസ്, നല്ല എത്തിക്കലായിട്ട് ബിസിനസ് ചെയ്യുക, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക. അപ്പം ഐ തിങ്ക് കേരള വിൽ ഡു ബെറ്റർ. കേരളൈറ്റ്സ് വിൽ ഡു ബെറ്റർ 100%. ഈ പറഞ്ഞ കൂട്ട് നമ്മളുടെ ഈ ഒരു ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന അതും സോൾവ് ആവും. ആൻഡ് നമ്മുടെ പേരൻസിനെയൊക്കെ നോക്കാൻ ഇവിടെ തന്നെ ആളുകളുണ്ട്. പേരൻസ് ഒന്നും ചിലപ്പം വീട്ടിൽ നിന്ന് ഒരു സ്കാൻ എടുക്കാൻ നമ്മുടെ അടുത്ത് വരാറില്ല, കൊണ്ടുവരാൻ ആരുമില്ല. Scenario is that. So in conclusion, Rohan, I want to wish you all the very best for whatever you have planned for Metro Scans and Laboratories, and I hope that you go ahead. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. സ്വപ്നങ്ങൾ മാത്രമായി നിൽക്കാതെ അതെല്ലാം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുവാണ്. And with that we are concluding this episode of Grow Malayalam Podcast. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ.